അർത്ഥകഥ കസ്തൂരി, ബിംബഭാഷയുടെ മഹാഭാരതം 190-ാമത്തെ അധ്യായത്തിലേക്കാണ് ഈ ആഴ്ച നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് 2-3 ആഴ്ചകളായിട്ട് പറഞ്ഞു വരുന്നത് പോലെ മഹാഭാരതത്തിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ വ്യാസമഹാഭാരതത്തിൻ്റെ 18-ാമത്തെ പർവ്വത്തിൻ്റെ കഥയാണ് ഇപ്പം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിനുശേഷം കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ 18 പർവ്വങ്ങളിലായിട്ട് ഇത്രയും ബൃഹത്തായിട്ടുള്ള 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷത്തിലേറെ ശ്ലോകങ്ങളിലൂടെ 18 പർവ്വങ്ങളായിട്ട് പറഞ്ഞു വെച്ച മഹാഭാരത കഥയെ ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കിക്കാണും. ഒരു വിഹഗ വീക്ഷണം എന്നൊക്കെ പറയാവുന്ന ഓരോ അധ്യായത്തിലെയും കഥ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നുള്ളത് അവസാനം ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കിക്കാണും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഹസ്തിനാപുരത്തിൽ നടക്കുന്ന ഒരു വിഭജനത്തെക്കുറിച്ചാണ്, ഒരു അധികാര വിഭജനത്തെക്കുറിച്ചാണ്. പാണ്ഡവരും കൗരവരും ഒരുമിച്ച് ഒരു കൊട്ടാരത്തിൽ തന്നെ താമസിച്ചാൽ അവർ തമ്മിലുള്ള മത്സരവും യുദ്ധവും കലഹങ്ങളും ഒക്കെ വർദ്ധിക്കും എന്ന് തിരിച്ചറിഞ്ഞ് ഭീഷ്മരും വിദുരരും ധൃതരാഷ്ട്രവും കൃപാചാര്യനും ഒക്കെ കൂടി ആലോചിച്ച് തന്ത്രപ്രധാനമായിട്ടൊരു തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനം അനുസരിച്ച് ഹസ്തിനാപുരത്തിൽ ദുര്യോധനനും ദുര്യോധനന്റെ സഹോദരന്മാരും ഭരണം നടത്തും. പാണ്ഡവർക്ക് ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ് വേറെ ഒരു സ്ഥലം കുറച്ച് വിട്ടിട്ട് വേറൊരു സ്ഥലം പാണ്ഡവർക്ക് അനുവദിക്കുകയാണ്. അങ്ങനെ പാണ്ഡവരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പറഞ്ഞയക്കുകയും ഹസ്തിനാപുരത്ത് ദുര്യോധനൻ രാജാവായിട്ട് അധികാരം കൈയാളി ഭരിക്കുകയും ചെയ്യാണ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഗാണ്ഡവത്തിലെ വനം ദഹിപ്പിച്ച് ഇന്ദ്രപ്രസ്ഥം വികസിക്കുന്നു. തലസ്ഥാനം കുറച്ചുകൂടെ വിപുലമായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു. അസുരന്മാരുടെ ശില്പിയായിട്ടുള്ള മയൻ, ആ മയനുമായിട്ടുണ്ടാക്കിയ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രപ്രസ്ഥം പുതുക്കി നഗരം വലിയ മനോഹരമായിട്ടുള്ള ഒരു രാജകൊട്ടാരമായിട്ട് പണിയാനുള്ള ഉത്തരവാദിത്വം മയൻ ഏറ്റെടുക്കുന്നു. ആ പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ശേഷം പാണ്ഡവർ യുധിഷ്ഠിരന്റെ നേതൃത്വത്തിൽ ഒരു രാജസൂയ യാഗം നടത്തുന്നു. രാജസൂയ യാഗത്തിന് മുന്നോടിയായിട്ട് സമീപ പ്രദേശത്തുള്ള എല്ലാ രാജാക്കന്മാരെയും യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നു. കുറെ ആളുകൾ ഇവരുടെ അധീശത്വം സ്വീകരിച്ചുകൊണ്ട് കപ്പം കൊടുക്കാൻ തയ്യാറാവുന്നു. രാജസൂയ യാഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിരവധി രാജാക്കന്മാരും രാജ്യങ്ങളുടെ പ്രതിനിധികളും വന്ന് യുധിഷ്ഠിരന് വമ്പിച്ച ധനവും വലിയ ആനയും കുതിരയും അടക്കമുള്ള വലിയ രത്നങ്ങളും അടക്കമുള്ള വലിയ സമ്പത്തും നൽകുന്നു. ആ സമ്പത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന യുധിഷ്ഠിരനെയും പാണ്ഡവരെയും കണ്ട് ദുര്യോധനന് അസൂയ പെരുക്കുന്നു. കാരണം ദുര്യോധനൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പാണ്ഡവർ ഇത്രയേറെ ഐശ്വര്യത്തോടുകൂടി ജീവിക്കും എന്ന്. അതൊരു കാട് പിടിച്ച പ്രദേശമാണ്. ഒരു ഭാഗത്ത് മരുഭൂമിയാണ്, വേറൊരു ഭാഗത്ത് കാട് പിടിച്ചു കിടക്കുന്നു. നഗരം ആയിട്ട് വികസിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ ആയിട്ടുള്ള മറ്റു ജനവിഭാഗങ്ങൾ ഏറെ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ പാണ്ഡവർക്ക് പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അവർക്ക് അവിടെ വികസിക്കാൻ സാധിക്കില്ല, വലിയ കൊട്ടാരങ്ങളൊന്നും അവിടെ കെട്ടിപ്പടുക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത്. പക്ഷേ അസുരന്മാരുടെ ശില്പിയായ ഈ മയൻ എന്ന് പറയുന്ന ശില്പി തന്നെ അദ്ദേഹത്തിൻ്റെ ശില്പവിദ്യ അനുസരിച്ച് ഈ ഇന്ദ്രപ്രസ്ഥത്തിലെ കൊട്ടാരം അതിമനോഹരമായിട്ട് പുതുക്കി പണിയുന്നു. അതൊരു പക്ഷേ ഹസ്തിനാപുരത്തിലെ കൊട്ടാരത്തെക്കാളും അതിനെ അതിശയിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി ഇന്ദ്രപ്രസ്ഥത്തിലൊരു കൊട്ടാരം ഉണ്ടാകുന്നു. മാത്രമല്ല ഈ വരുന്ന രാജസൂയത്തിന് വരുന്ന രാജാക്കന്മാരൊക്കെ ഈ പാണ്ഡവർക്കും യുധിഷ്ഠിരനും വലിയ സമ്പത്ത് ദാനമായിട്ട് നൽകുന്നു. ഒരുപാട് കുതിരകളെയും ആനയും രത്നങ്ങളും ഒക്കെ ദാനമായിട്ട് നൽകുന്നു. ഇങ്ങനെ ദാനം ആയിട്ട് കിട്ടിയ വസ്തുക്കളുടെ കണക്കെടുക്കാനുള്ള ഉത്തരവാദിത്വം ദുര്യോധനാണ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ദുര്യോധനന് കൃത്യമായിട്ട് അറിയാം എന്തൊക്കെയാണ് പാണ്ഡവർക്ക് കിട്ടിയിരിക്കുന്നതെന്നും എത്ര വമ്പിച്ച സമ്പത്തിന്റെ ഉടമകളാണ് പാണ്ഡവർ എന്നും ദുര്യോധനന് മനസ്സിലായി. മാത്രമല്ല ഇന്ദ്രപ്രസ്ഥത്തിലെ കൊട്ടാരത്തിൽ വെച്ച് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആ കൊട്ടാരത്തിന്റെ ചില പ്രത്യേക സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങളിലും തിളങ്ങുന്ന മാർബിൾ കണ്ടു കഴിഞ്ഞാൽ അത് തടാകമാണെന്ന് തോന്നിക്കും, തടാകം കണ്ടു കഴിഞ്ഞാൽ അത് മാർബിൾ വിരിച്ചാണെന്ന് തോന്നിക്കും. ഇങ്ങനെ 2 സ്ഥലത്തും ദുര്യോധനന് അപകടം പറ്റി. തടാകത്തിൽ പോയിട്ട് ദുര്യോധനൻ വസ്ത്രമൊക്കെ നനഞ്ഞു. തടാകമില്ലാത്ത സ്ഥലത്ത് തെരച്ചു കയറ്റി വസ്ത്രമൊക്കെ മുകളിലേക്ക് വലിച്ചു കയറ്റി നടന്നു. ഇത് കണ്ടിട്ട് പാഞ്ചാലി അടക്കമുള്ള ആൾക്കാർ കളിയാക്കി ചിരിക്കുന്നു. ഭീമനും അർജുനും പാണ്ഡവരിലെ ബാക്കി ആൾക്കാരും യുധിഷ്ഠിരനൊഴിച്ച് ബാക്കി എല്ലാവരും കളിയാക്കി ചിരിക്കുന്നു.
ദുര്യോധനൻ അപമാനിതനാവുന്നു. എന്നിട്ട് തിരിച്ചു പോരുന്നു. യുധിഷ്ഠിരൻ അവിടെ ഇടപെട്ട് ദുര്യോധനെ കളിയാക്കരുത് എന്ന് നിർദ്ദേശം കൊടുക്കുകയും ദുര്യോധന ഉണങ്ങിയ വസ്ത്രം കൊടുക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ പാണ്ഡവരുടെ ഐശ്വര്യം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്നു എന്ന് കണ്ട് ദുര്യോധനന് അസൂയ വർദ്ധിക്കുകയാണ്. കാരണം അങ്ങോട്ട് പറഞ്ഞയച്ചത് ഈ ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ടല്ല, നശിച്ചു പോകുന്നു വിചാരിച്ചാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്നു. ശത്രുവിൻ്റെ വലിയ സമ്പാദ്യവും ശത്രുവിൻ്റെ വലിയ ഐശ്വര്യവും കണ്ടുകൊണ്ട് ജീവിക്കുന്നതിന് നല്ലത് ആത്മഹത്യയാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് ദുര്യോധനൻ ആത്മഹത്യക്ക് ഒരുങ്ങുന്നു. ദുശാസനനോട് രാജ്യഭരണം ഏറ്റെടുക്കാനും ബാക്കി ആളുകളൊക്കെ ദുശാസനന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നൊക്കെ റൊസ്യത്ത് പോലെ ദുര്യോധനൻ പറഞ്ഞേൽപ്പിക്കുന്നു. ദുര്യോധനന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി പലരും ശ്രമിക്കുന്നു. അസുരന്മാർ ദുര്യോധനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഉപദേശിക്കുന്നു. പക്ഷെ ആ ഉപദേശങ്ങൾക്കൊന്നും ദുര്യോധനന്റെ മനസ്സ് മാറ്റാൻ കഴിയുന്നില്ല. അവസാനം ശകുനിയാണ് കർണൻ ഉപദേശിക്കുന്നുണ്ട്. ആ ഉപദേശങ്ങൾക്കൊന്നും ദുര്യോധനനെ മാറ്റി ചിന്തിപ്പിക്കാൻ പര്യാപ്തമാവുന്നില്ല. അവസാനം ശകുനിയാണ് പരിഹാരം കണ്ടെത്തുന്നത്. ശകുനിയുടെ നിർദ്ദേശം ദുര്യോധനൻ അംഗീകരിക്കുന്നു. ശകുനി പറഞ്ഞത്, പാണ്ഡവരുടെ ഐശ്വര്യവും സമ്പത്തുമൊക്കെ നിന്റേതാകും, നാളെ നിന്റേതാകും. എങ്ങനെയാണ് നിന്റേതാവുക? അതിനു വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതാണ്, അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് ശകുനി തയ്യാറാക്കിയ ഒരു പദ്ധതി അനുസരിച്ചാണ് പിന്നീട് ഹസ്തിനപുരത്തിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ദുര്യോധനും സഹോദരന്മാരും അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആ പദ്ധതി മറ്റൊന്നുമല്ല, ചൂതുകളി അല്ലെങ്കിൽ ദ്യൂതം എന്ന് പറയുന്ന ഒരു കളിയാണ്. ആ ചൂതുകളിയിലൂടെ പാണ്ഡവരെ പരാജയപ്പെടുത്താനും പാണ്ഡവരുടെ കയ്യിലിരിക്കുന്ന സമ്പത്തും രാജ്യവും അധികാരവും എല്ലാം ഒരു ചൂതുകളിയിലൂടെ പിടിച്ചെടുക്കാനുമാണ് ശകുനി ഉപദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നത്. അങ്ങനെ ആവിഷ്കരിക്കാനുള്ള രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ചൂതുകളിയിൽ ശകുനിയെ പരാജയപ്പെടുത്താൻ അക്കാലത്ത് ആർക്കും സാധ്യമല്ല, അത്രയേറെ മികച്ച കളിക്കാരനാണ് ശകുനി. രണ്ടാമത്തെ കാര്യം, യുധിഷ്ഠിരൻ കളിക്കാൻ മോശമാണെങ്കിലും വാശിയിൽ യാതൊരു കുറവുമില്ല. പ്രാന്ത് പോലെ ആര് ചൂത് കളിക്കാൻ വിളിച്ചാലും അവിടെയൊക്കെ ഓടിച്ചെന്ന് പ്രാന്ത് പോലെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് യുധിഷ്ഠിരൻ. മഹാഭാരതത്തിന്റെ ഈ വനവാസത്തിൻ്റെ ഒക്കെ ശേഷം വിരാടപർവ്വത്തിൽ അജ്ഞാതവാസത്തിന്റെ കാലത്ത് പോലും ചൂത് കളിക്കാൻ വേണ്ടി അവിടുത്തെ വിരാടൻ രാജാവ് വിളിച്ചപ്പോൾ അതിന് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ യുധിഷ്ഠിരന് കഴിയുന്നില്ല. അപ്പൊ യുധിഷ്ഠിരന്റെ ഈ ഒരു വീക്ക്നെസ്, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ, ഒരു ചൂതിന്റെ കളിയുടെ അടിമയാണെന്നുള്ളൊരു അവസ്ഥയും മികച്ച കളിക്കാരനല്ല എന്നുള്ള അവസ്ഥയും ശകുനി മികച്ച കളിക്കാരനാണ് എന്നുള്ള അവസ്ഥയും കണക്കിലെടുത്തുകൊണ്ടാണ് ശകുനി ഈ ഒരു നിർദ്ദേശം വയ്ക്കുന്നതും ദുര്യോധനും മറ്റാൾക്കാരും ഒക്കെ അത് അംഗീകരിക്കുന്നു. അങ്ങനെ ഒരു ചൂതുകളിക്ക് വേണ്ടി ഒരു ദ്യൂതകളിക്ക് വേണ്ടി ഒരു ദ്യൂതഗൃഹം ഉണ്ടാക്കി. എന്നിട്ട് പാണ്ഡവരെ വിളിക്കാൻ വേണ്ടിയിട്ട് വിദുരനെയാണ് പറഞ്ഞയക്കുന്നത്. പാണ്ഡവരുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്നിട്ട് ദ്യൂതകളിക്ക് പാണ്ഡവരെ വിളിക്കാൻ വേണ്ടി. സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വിദുരർ ആദ്യം തന്നെ പറയുന്നുണ്ട്. വിദുരർ പറഞ്ഞു, ഞാൻ എൻ്റെ കർത്തവ്യം നിറവേറ്റുകയാണ്, ധൃതരാഷ്ട്ര രാജാവിൻ്റെ കൽപ്പനയാണ്, അവിടെ ഒരു ദ്യൂതകളിക്കുള്ള ഒരു ഗൃഹം ഉണ്ടാക്കിയിരിക്കുന്നു, ചൂത് കളിക്കാൻ വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ആ ക്ഷണം സ്വീകരിക്കാതിരിക്കുകയാണ് നല്ലത് എന്ന് വിദുരർ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ വിദുരരുടെ ആ ഉപദേശം യുധിഷ്ഠിരൻ സ്വീകരിക്കുന്നില്ല. അദ്ദേഹം പോകാൻ തീരുമാനിക്കുന്നു. അതിന് ന്യായീകരണം പറയുന്നത്, രാജാവ് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ സഹോദരനായിട്ടുള്ള ധൃതരാഷ്ട്ര പറഞ്ഞാൽ ഞങ്ങൾക്ക് ധൃതരാഷ്ട്ര പിതാവിനെ പോലെയാണ്, പിതാവ് പറഞ്ഞാൽ ഞങ്ങൾക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന ന്യായീകരണമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ചൂതുകളി എന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ് ആണ് എന്നുള്ളതുകൊണ്ടാണ് ഇദ്ദേഹം അത് ഒഴിവാക്കാതെ പോകുന്നത്. സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് വിദുരർ പറയുന്നുണ്ട്. കാരണം ഉദ്ദേശ്യം അത്ര ശുദ്ധമല്ല എന്നും മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയല്ല ഈ ഒരു ചൂതുകളി അവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വിദുരർ യുധിഷ്ഠിരന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. പക്ഷെ തന്റെ സന്ദേശം, രാജാവിന്റെ സന്ദേശം വിദുരനെ അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ യുധിഷ്ഠിരൻ ചൂത് കളിക്കാൻ ആണ് തീരുമാനിക്കുന്നത്, പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. സർവവും അദ്ദേഹം നഷ്ടപ്പെടുത്തുന്നുണ്ട് ചൂത് കളിച്ചിട്ട്. ആദ്യം കയ്യിലുണ്ടായിരുന്ന രാജ്യം, പിന്നെ തനിക്ക് പലരിടത്തുനിന്നിരിക്കുന്ന ആഭരണങ്ങൾ, രത്നങ്ങൾ, കുതിരകൾ, വില പിടിച്ച കുതിരകൾ, ആന, ഇതെല്ലാം നഷ്ടപ്പെടുത്തി. അവസാനം സഹോദരന്മാരെ ഓരോരുത്തരായിട്ട് പണയം വെച്ചു. ഏറ്റവും ഒടുവിലായിട്ട് തന്നെ പണയം വെച്ചു. പിന്നീട് ദ്രൗപദി, അല്ലെങ്കിൽ അവരുടെ പത്നിയായിട്ടുള്ള 5 പേരുടെയും പത്നിയായിട്ടുള്ള പാഞ്ചാല രാജകുമാരൻ്റെ മകൾ പാഞ്ചാലിയെയും യുധിഷ്ഠിരൻ പണയം വെക്കാം.
പക്ഷേ യുധിഷ്ഠിരൻ ചൂത് കളിക്കാൻ തീരുമാനിക്കുന്നു, സർവവും നഷ്ടപ്പെടുത്തുന്നു, സഹോദരന്മാരെയും പാഞ്ചാലിയെയും പണയപ്പെടുത്തുന്നു. ശാപവും ദുർനിമിത്തങ്ങളും ഭയന്ന് ധൃതരാഷ്ട്ര പാണ്ഡവർക്കെല്ലാം തിരിച്ചു കൊടുക്കുകയും എല്ലാവരെയും മോചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ചൂത് കളിച്ചു, യുധിഷ്ഠിരൻ തോറ്റു, എല്ലാം നഷ്ടപ്പെട്ടു, ഇവരൊക്കെ അടിമകളായി. രാജ്യസഭയിൽ വെച്ചിട്ട് പാഞ്ചാലി അപമാനിക്കപ്പെട്ടു. പാഞ്ചാലി ഇവരെ ശപിക്കാനുള്ള വാക്കുകൾ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനെ പേടിച്ചിട്ടോ ശാപത്തെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ മഹർഷിമാരുടെ ഉപദേശം സ്വീകരിച്ചിട്ടോ എന്തായാലും ധൃതരാഷ്ട്ര ഇവർക്ക് ഒരു അവസരം കൂടെ കൊടുക്കുന്നുണ്ട്. കളിച്ച് നേടിയതെല്ലാം വിട്ടുകൊടുക്കാൻ വേണ്ടി ദുര്യോധനൻ തയ്യാറാവുകയും പാണ്ഡവർക്ക് അവരുടെ രാജ്യം തിരിച്ചു കിട്ടുകയും അവർ സ്വസ്ഥമായിട്ട് തങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഒരു ദൂരം വരെ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ശാപവും ദുർനിമിത്തങ്ങളൊക്കെ ഭയന്നിട്ടായിരിക്കാം ധൃതരാഷ്ട്ര ചെയ്തത്. എല്ലാവരെയും മോചിപ്പിക്കുന്നത് ധൃതരാഷ്ട്രൻ തിരിച്ചു പോകുന്ന വഴിക്ക് വെച്ച് വീണ്ടും ധൃതരാഷ്ട്രയുടെ ദൂതന്മാർ വന്ന് ഒരിക്കൽ കൂടെ ചൂത് കളിക്കാൻ ക്ഷണിക്കുകയാണ്. അപ്പൊ ഇവർ പോയ ഉടനെ തന്നെ ദുര്യോധനൻ ചെന്നിട്ട് ധൃതരാഷ്ട്രോട് പറയുന്നുണ്ട്, ഇത്രയേറെ ശത്രുത വെച്ച് പുലർത്തുന്ന പാണ്ഡവരെ ജീവനോടെ വിടുന്നത് ശരിയല്ല, ഞങ്ങളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അവർ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ധൃതരാഷ്ട്രൻ വീണ്ടും പാണ്ഡവരെ തിരിച്ച് വിളിക്കുകയും ചെയ്തത്. അപ്പോഴും പറഞ്ഞ് ചൂത് കളിക്കാൻ വേണ്ടി വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു വിളിക്കുന്നത്. അപ്പോഴും ബാക്കി പലരും പറയുന്നുണ്ട്, സഹോദരന്മാരൊക്കെ പറയുന്നുണ്ട്, ഇനി പോകുന്നത് ശരിയല്ല, ചൂത് കളി അത്ര നല്ലതല്ല, രാജാക്കന്മാർക്ക് ചൂത് അപകടകരമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ധൃതരാഷ്ട്ര യുധിഷ്ഠിരൻ അതനുസരിക്കുന്നില്ല. അദ്ദേഹം വീണ്ടും തിരിച്ച് ഹസ്തിനപുരത്തിലേക്ക് ചെല്ലുന്നു, ചൂത് കളിക്കുന്നു. ആ ക്ഷണവും സ്വീകരിച്ച് മന്ദബുദ്ധിയെ പോലെ യുധിഷ്ഠിരൻ ചൂത് കളിക്കാനിരിക്കുന്നു. രാജ്യം നഷ്ടപ്പെടുത്തുന്നു. 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും സ്വീകരിച്ച് കാട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ അന്നുണ്ടാക്കിയ കരാർ അനുസരിച്ചിട്ട് 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവുമാണ്. അത് കഴിഞ്ഞിട്ട് ഈ 1 വർഷത്തെ അജ്ഞാതവാസത്തിനിടയ്ക്ക് ഇവർ കണ്ടുപിടിക്കപ്പെട്ടാൽ വീണ്ടും 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും വീണ്ടും അനുവർത്തിക്കേണ്ടി വരും. അപ്പൊ 12 വർഷത്തെ വനവാസത്തെക്കാളും പ്രധാനപ്പെട്ട കാലമാണ് 1 വർഷത്തെ അജ്ഞാതവാസം എന്നർത്ഥം. അജ്ഞാതവാസത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തനിക്ക് പിടികൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പിടികൊടുത്താൽ വീണ്ടും 13 വർഷം വീണ്ടും നഷ്ടപ്പെടുന്ന അർത്ഥം. വീണ്ടും അദ്ദേഹം കാട്ടിലേക്ക് പോവുകയും ചെയ്തു. ആകൃഷ്യമാണേ വസനേ ദ്രൗപദ്യാസ്തു വിശാംബദേ തദ്രൂപം അപരം വസ്ത്രം പ്രാദുരാസീത് അനേകശ തതോ ഹലഹലാശബ്ദസ്തത്ര ആസീത് ഘോരനിസ്വന തദ്ഭുതതമൻ ലോകേ വീക്ഷ്യ സർവമഹീക്ഷിതാം. ഇവിടെ രാജകൊട്ടാരത്തിൽ വെച്ചിട്ട് പാണ്ഡവരുടെ പത്നിയായിട്ടുള്ള പാഞ്ചാലി അപമാനിക്കപ്പെടുന്ന ഒരു രംഗത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കഥയിൽ സാധാരണ കേൾക്കാറുള്ളത് ദുശാസനൻ ഇവരുടെ വസ്ത്രം അഴിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. അങ്ങനെ അഴിച്ചുകൊണ്ടേയിരുന്നിട്ടും തീരാതിരുന്നത് കൃഷ്ണൻ വന്നിട്ട് ഇവരെ സഹായിച്ചുകൊണ്ടാണ്. പാഞ്ചാലിക്ക് വസ്ത്രം കൊടുത്തത് കൃഷ്ണനാണ് എന്ന് സാധാരണ പറയാറുണ്ട്. അപ്പോൾ ഒരു വസ്ത്രം അഴിച്ചെടുത്തപ്പോൾ മറ്റൊരു വസ്ത്രം കാണപ്പെട്ടു എന്ന് മാത്രമാണ് പക്ഷേ ഈ മഹാഭാരതത്തിൽ പറയുന്നത്. ആകൃഷ്യമാണേ വസനേ ദ്രൗപദ്യാസ്തു വിശാംബദേ തദ്രൂപം അപരം വസ്ത്രം പ്രാദുരാസീത് അനേകശ. ആയിരക്കണക്കിന് വസ്ത്രങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നതായിട്ട് ഈ മഹാഭാരതത്തിൽ പറയുന്നില്ല. ഒരു വസ്ത്രം മാറ്റി അപ്പോൾ വേറൊരു വസ്ത്രം വന്നു, അല്ലെങ്കിൽ വേറൊരു വസ്ത്രം ഉണ്ടായി, അത്രയേ ഉള്ളൂ. എന്താണ് ഈ വസ്ത്രത്തിന്റെ പ്രത്യേകത? അപ്പം ഭീമന്റെയും നകുലിന്റെയും സഹദേവന്റെയും യുധിഷ്ഠിരന്റെയും ഒക്കെ വസ്ത്രം തിരിച്ചു വാങ്ങുന്നുണ്ട്. അതൊരു മുദ്രയാണ്. തോറ്റു എന്നുള്ളതിന്റെ അപമാനിക്കപ്പെടുന്ന ചിഹ്നമാണ്. അവരുടെയൊക്കെ വസ്ത്രം അഴിച്ചു മാറ്റുന്നുണ്ട്. അവരുടെയൊക്കെ മേൽവസ്ത്രം മാത്രമാണ് അഴിച്ചു മാറ്റുന്നത്. കംപ്ലീറ്റും മുഴുവനായിട്ട് അഴിച്ചു മാറ്റി അവരെ നഗ്നരാക്കിയിട്ട് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നില്ല. പാഞ്ചാലിയുടെ കാര്യത്തിൽ അത് തന്നെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപമാനിക്കുക എന്നുള്ള തരത്തിൽ മേൽവസ്ത്രം അഴിച്ചു മാറ്റിയേക്കും. അപ്പോൾ അഴിച്ചു മാറ്റിയപ്പോൾ അടിയിലൊരു വസ്ത്രം ഉണ്ടായിരുന്നു, അത്രേ പറഞ്ഞോളൂ. ആകൃഷ്യമാണേ വസതേ ദ്രൗപദ്യാസ്തു വിശാംബദേ തദ്രൂപം അപരം വസ്ത്രം പ്രാദുരാസീത് അനേകശ. ഒരു വസ്ത്രം പോയപ്പോൾ വേറൊരു വസ്ത്രം, അപരമായിട്ടൊരു വസ്ത്രം അവിടെ കാണപ്പെട്ടു. അതാണ് അവിടെ സംഭവിച്ചത്, വേറൊന്നും സംഭവിച്ചില്ല അർത്ഥം. മാത്രമല്ല പാഞ്ചാലി കൃഷ്ണനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് വനത്തിൽ വെച്ചിട്ട്. കൃഷ്ണ, നീയും എന്നെ സഹായിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നൈവമേ പതയ സന്ധി ന പുത്രാ മധുസൂദന ന ഭ്രാതരോ നജ പിതാ നൈവത്വം നജ ബാന്ധവ. എനിക്ക് ബന്ധുക്കളായിട്ട് ആരുമില്ല, പിതാക്കന്മാരില്ല, പിതാവില്ല, പുത്രന്മാരില്ല, എൻ്റെ ഭ്രാതാക്കൾ സഹോദരന്മാരാരുമില്ല, ആരും എനിക്കില്ല, നീ പോലും ബന്ധുവായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെ കുറ്റപ്പെടുത്തുന്നുണ്ട് പാഞ്ചാലി. അത് ഈ ഒരു ഓർമ്മയിലാണ്, ഈ നേരത്തെ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു ഓർമ്മയിലാണ്. നൈവമേ പതയസന്ധി ന പുത്രാ മധുസൂദന
ന ഭ്രാതരോ നജ പിതാ നൈവത്വം നജ ബാന്ധവ, നീ പോലുമില്ല എന്ന് കൃഷ്ണനോട് പറയുന്നില്ല. അപ്പോൾ തനിക്ക് വലിയൊരു സഹായം ചെയ്തു എന്നൊരാളോട് കൃഷ്ണ നീ പോലും എൻ്റെ കൂടെ ഇല്ല എന്ന് പറയില്ലല്ലോ. മാത്രമല്ല ആ സമയത്ത് കൃഷ്ണൻ അവിടെ ഇല്ലായിരുന്നു എന്നും ശിശുപാലന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു യോദ്ധാവുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു എന്നും ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല എന്നും കൃഷ്ണൻ തന്നെ വീണ്ടും എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. വനവാസത്തിന് വേണ്ടിയുള്ള ചൂതായിരുന്നു എന്ന് തോന്നുന്ന തരത്തിൽ ഒട്ടും യുക്തിസഹമല്ലാത്ത തരത്തിലാണ് യുധിഷ്ഠിരനും പാണ്ഡവന്മാരോടും തിരിച്ചു വരുന്നതും വീണ്ടും കുരുക്കഴിക്കാൻ തയ്യാറാകുന്നു. ഒരു സാധാരണ ജീവിതത്തിൽ സംഭവിക്കാത്ത ഒരു കാര്യം എന്നുള്ള തരത്തിലാണ് ഇവിടെ നമുക്കിതിനെ കാണാൻ സാധിക്കാം. വനവാസം ആരംഭിക്കുന്ന ഉടനെ പറയുന്നത് അക്ഷയപാത്രം ലഭിച്ചതിനെ കുറിച്ചാണ്. ഭക്ഷണത്തിനു വേണ്ടിയുള്ള അപേക്ഷ സൂര്യനിൽ തന്നെയാണ് സമർപ്പിക്കുന്നത്. അങ്ങനെ സൂര്യന് സമർപ്പിക്കാനുള്ള കാരണം പറയുന്നത് സൂര്യനാണ് അന്നത്തിന്റെ നാഥൻ, അല്ലെങ്കിൽ അന്നത്തിന്റെ ഉറവിടം സൂര്യനാണ് എന്നാണ്. സർവ്വജീവജാലങ്ങൾക്കും അന്നം നൽകുന്നത് സൂര്യനാണ് എന്ന് സമർത്ഥിക്കുന്നുണ്ട് മഹാഭാരതം. സൂര്യനും ഹരിതാഭമായ അന്തരീക്ഷവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സമൂഹത്തിന് ധാരണയുണ്ട് എന്നർത്ഥം. ഈ കാര്യം സമൂഹം നേരിട്ട് കണ്ട് തന്നെ അനുഭവിച്ചിട്ടുണ്ട് എന്നർത്ഥം. പുരാ സൃഷ്ടി ഭൂതാനി പീഡ്യന്തേ ക്ഷുതയാവൃശം തതോ അനുകമ്പയാതേഷാം സവ്യതാം സ്വപിതായിതി ഗതോ ഉത്തരായണം തേജോ രസാനുധൃത്യ രശ്മിഭി ദക്ഷിണായനമാവൃത്യ മഹീം നിവശിതേ രവി ക്ഷേത്രഭൂതേ തസ്മിൻ ഔഷധീപതി ദിവസ്തേജ സമൃദ്ധത്യ ത്വം ജനയാമാസവാരിണം നിഷിക്തശ്ച ചന്ദ്രതേജോഭി സൂയതേ ഭൃഗതോ രവി ഓഷധ്യ ഷഡ്രാസ്മേദ്യസ്തതനം പ്രാണിനം ഭുവി ഏവം ഭാനുമയം ഹ്യ അന്നം ഭൂതാനാം പ്രാണധാരണം പിതൃഷൈ സർവഭൂതാനി തസ്മാത് തം ശരണം പ്രഭു. ഇതാണ് മഹാഭാരതത്തിലെ ആ ഭാഗത്തുള്ള ശ്ലോകം. പണ്ട് എല്ലാ സൃഷ്ടികളും വിശപ്പ് കൊണ്ട് പീഡ അനുഭവിച്ചു. അപ്പൊ സൂര്യൻ പിതാവിനെ പോലെ ജീവജാലങ്ങളോട് അനുകമ്പ കാണിച്ചു എന്നാണ് പറയുന്നത്. ആദ്യം ഉത്തരായണ ദിശയിലേക്കും പിന്നീട് ദക്ഷിണായന ദിശയിലേക്കും സഞ്ചരിച്ച് തന്റെ രശ്മിയാൽ കടലിൽ നിന്ന് ജലം സ്വീകരിച്ച് ഭൂമിക്ക് മുകളിൽ മേഘങ്ങളായി എത്തിക്കുകയും ഓഷധീശനായ ചന്ദ്രന്റെ സഹായത്താൽ മേഘത്തെ വീണ്ടും തണുപ്പിച്ച് മഴ പെയ്യിക്കുകയും അങ്ങനെ വീണ്ടും സസ്യജാലങ്ങൾ വളർന്നു വരാൻ കാരണമാവുകയും ചെയ്തു എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും പ്രാണന്റെ ആധാരമായിട്ടുള്ള അന്നം ഭാനുമയമാണ് അഥവാ സൂര്യമയമാണ് എന്ന് ശൗനകൻ പറയുന്നുണ്ട്. സവിതാവിനെ പൂജിച്ചുകൊണ്ട് തന്റെ ജനങ്ങളെ സംരക്ഷിച്ച പൂർവ്വപിതാക്കളായ രാജാക്കന്മാരുടെ ചരിത്രം ശൗനകൻ യുധിഷ്ഠിരനെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അടുക്കളയുടെ കാവ്യരൂപമാണ് അക്ഷയപാത്രം എന്ന് സാധാരണ പറയാറുണ്ട്. കാരണം അക്ഷയം പാത്രമാണല്ലോ ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്, സൂര്യൻ കൊടുക്കുന്നത്. അതിനെ അടുക്കളയുടെ കാവ്യബിംബമായിട്ട് കാണാൻ പറ്റും എന്ന് തോന്നുന്നു. പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഭക്ഷണം ലഭിക്കുകയില്ല. ഹിമാലയ സാനുക്കളിലേക്ക് പോകുമ്പോൾ ബ്രാഹ്മണരെ തിരിച്ചയക്കുന്നുണ്ട് പാണ്ഡവരും. അഗ്നിയിൽ നിന്ന് സൂര്യനിലേക്ക് ആരാധന മാറുന്നു. സമൂഹം കുറച്ചുകൂടെ ശാസ്ത്രബോധമുള്ളതായിട്ട് മാറുകയും ചെയ്യുന്നു നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ പാണ്ഡവര് ബ്രാഹ്മണരെ തിരിച്ചയക്കുന്നുണ്ട്. അക്ഷയപാത്രം കയ്യിലുണ്ടെങ്കിൽ പിന്നെ ബ്രാഹ്മണരെ തിരിച്ചയക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അക്ഷയപാത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തും കിട്ടുന്ന ഒരു പാത്രമല്ല. തങ്ങൾക്ക് കിട്ടിയ സാധനം വേവിച്ചു തരാനുള്ള ഒരാളുണ്ടെങ്കിൽ അത് വേവിക്കാനുള്ള ഒരു പാത്രത്തെക്കുറിച്ചായിരിക്കും ഒരു പക്ഷേ അക്ഷയപാത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കിവിടെ ഊഹിക്കാൻ പറ്റും. അതിൻ്റെ ആ ഒരു പ്രകരണത്തിൽ നിന്ന് അതിൻ്റെ പശ്ചാത്തല പരിശോധിച്ചാൽ നമുക്ക് ഊഹിക്കാൻ പറ്റും. കാമ്യകവനത്തിൽ വെച്ച് പാണ്ഡവർ കിർമീരനുമായിട്ട് കണ്ടുമുട്ടുന്നു. ഭീമസേനൻ കിർമീരനെ വധിക്കുന്നു. ഹിഡിംബനെയും ഭഗനെയും വധിച്ചതിനുള്ള പ്രതികാരം നിമിത്തമാണ് കിർമീരൻ പാണ്ഡവരെ ആക്രമിക്കുന്നത്. കാട്ടിലെ സമൂഹം, ആകാവുന്ന ആവാസ വ്യവസ്ഥ, അവിടുത്തെ മനുഷ്യർ, ജീവിതക്രമം എല്ലാം ചർച്ചയ്ക്ക് വിധേയമാണ് ഇവിടെ എന്നർത്ഥം. അവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ രാക്ഷസന്മാരാണ് ഭഗനും കിർമീരനും. രാക്ഷസന്മാരായതുകൊണ്ട് തന്നെ അവരെ കൊല്ലണമെന്നതാണ് പാണ്ഡവരുടെ വാദം, ഭീമസേനന്റെ ഒക്കെ വാദം. പക്ഷെ ഭീമസേനനുമായിട്ട് എതിർക്കാൻ രാക്ഷസന്മാർക്ക് സമാനമായിട്ടുള്ള വേറെ ഒരു ന്യായം ഉണ്ട്.
തങ്ങളുടെ സഹോദരിയെ ബലാത്കാരമായിട്ട് പിടിച്ചുകൊണ്ടുപോവുകയും തങ്ങളുടെ സഹോദരനെ വധിക്കുകയും ചെയ്ത ഭീമസേനയാണ് ഭഗനും കെർണീറിനുമൊക്കെ ആക്രമിക്കുന്നത്. ഹിഡിംബനെ കൊന്നതിലുള്ള പ്രതികാരം ആണ് ഇവർ വീട്ടിൽ. ഇപ്പൊ രാക്ഷസന്മാരുടെ ഒരു വംശാവലി തന്നെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അസുരന്മാരുടെയും രാക്ഷസന്മാരുടെയും ഒക്കെ ഒരു വംശാവലിയും അവർക്ക് ഹസ്തിനപുരത്തിൽ നിന്ന് വന്നാൽ ഈ രാജാക്കന്മാരോടും ക്ഷത്രിയ രാജാക്കന്മാരോടുള്ള വലിയ ശത്രുത ഒരു എന്താ പറയുക ഒരു ധാരയായിട്ട് ഇങ്ങനെ മഹാഭാരതത്തിന്റെ കൂടെ തന്നെ അതിന് സമാന്തരമായിട്ട് ഇതിനെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വനത്തിൽ വെച്ച് അതുപോലെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നത് പാഞ്ചാലിയും യുധിഷ്ഠിരനും തമ്മിലുള്ള വലിയൊരു തർക്കമാണ്. സംഭവിച്ച മുഴുവൻ കാര്യങ്ങൾക്കും, അതായത് ചൂത് കളിച്ചു, സഹോദരന്മാരെ പണയപ്പെടുത്തി, തന്നെത്താൻ പണയപ്പെടുത്തി, പിന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന തൻ്റെ സഹോദരന്മാരുടെയും തൻ്റെയും പത്നിയെയും പണയപ്പെടുത്തി. ഇങ്ങനെ ഒരു രാജാവിന് മാത്രമല്ല ഒരു സാധാരണ മനുഷ്യന് പോലും ചേരാത്ത തരത്തിലുള്ള നികൃഷ്ടമായിട്ടുള്ള പ്രവൃത്തിയാണ് യുധിഷ്ഠിരൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഇതെല്ലാം ഈശ്വരേച്ഛയാണ് എന്ന് പറഞ്ഞിട്ട് കൈ കഴുകുകയാണ് യുധിഷ്ഠിരൻ ചെയ്യുന്നത്. അവിടെയാണ് പാഞ്ചാലി ആ ഈശ്വരേച്ഛ എന്ന് പറയുന്ന ആ കാര്യത്തെ പാഞ്ചാലി അതിനിശ്ചിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഈശ്വരന്റെ പേരും പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് തന്നെയാണ് പാഞ്ചാലി നിലപാടെടുക്കുന്നത്. യഥാ ദാരുമയീ യോഷ നരവീര സമാഹിത ഈരയത്യംഗം അംഗാനി തഥാ രാജന്യമാ പ്രജാഹ കർമ്മചേത് കൃതം അനേതി കർത്താരം ന അന്യം ഇച്ഛതി കർമ്മണാതേന പാപേന ലിപ്യതേ നൂനം ഈശ്വര അഥ കർമ്മകൃതം പാപം ന ചേത് കർത്താരമിച്ഛതി കാരണം ബലം ഏവേഹ ജനാൻ ശോചതി ദുർബലാൻ. അദ്ദേഹം വളരെ യുക്തിപൂർവമായിട്ടുള്ള രണ്ട് നിലപാടുകളാണ് പാഞ്ചാലി ഇവിടെ പറയുന്നത്. എല്ലാ കർമ്മങ്ങളുടെയും ഫലം ഈശ്വരനിൽ നിക്ഷിപ്തമാണെങ്കിൽ പാപകർമ്മത്തിന്റെ ഫലമായിട്ട് രക്തം പുരളുന്നതും ഈശ്വരന്റെ കൈകളിലാണ്. എല്ലാം ഈശ്വരേച്ഛ പോലെയാണെങ്കിൽ പ്രപഞ്ചത്തിൽ ലോകത്ത് നടക്കുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും അധർമ്മങ്ങൾക്കും കാരണം ഈശ്വരൻ കൂടിയാണ്. അല്ല അപ്പൊ അവര് ആ കുറ്റങ്ങൾ കൃത്യങ്ങളിലൊക്കെ ഈശ്വരന്റെ പങ്കും കൂടെ വ്യക്തമാണ് എന്നാണ് പാഞ്ചാലിയുടെ നിലപാട്. ഇനി അഥവാ കർമ്മത്തിന്റെ ഫലം ഈശ്വരനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വ്യക്തിയിൽ മാത്രം നിക്ഷിപ്തമാണെങ്കിൽ, ഈശ്വരന് ഇക്കാര്യത്തിൽ യാതൊരു പങ്കാളിത്തവും ഇല്ലെങ്കിൽ സമൂഹത്തിലെ ദുർബലരെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. കാരണം അവരുടെ പ്രശ്നങ്ങൾ അവർ സ്വയം പരിഹരിക്കേണ്ടിയിരിക്കുന്നുവല്ലോ എന്നാണ് പാഞ്ചാലി പറയുന്നത്. ആ പാഞ്ചാലി എടുക്കുന്ന നിലപാട് വളരെ ശക്തമാണ്. രണ്ട് നിലപാടാണ് പാഞ്ചാലി എടുക്കുന്നത്. ഒന്ന്, ഈശ്വരന്റെ ഇച്ഛ അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നെങ്കിൽ, വിധി അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നെങ്കിൽ, ആ വിധി നിർണ്ണയിക്കുന്നത് ഈശ്വരനാണെങ്കിൽ ലോകത്ത് നടക്കുന്ന എല്ലാ തെമ്മാടിത്തങ്ങൾക്കും തോന്നിവാസങ്ങൾക്കും അധർമ്മങ്ങൾക്കും ഈശ്വരൻ കൂടി ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഈശ്വരന്റെ മുഖത്ത് രക്തം പുരണ്ടിരിക്കുന്നു, കൈകളിൽ രക്തം പുരണ്ടിരിക്കുന്നു. ഇനി അതല്ല, ഈശ്വരൻ ഇതുവഴി യാതൊരു ബന്ധവുമില്ല, വ്യക്തിയുടെ കർമ്മങ്ങളാണ് ആ ഫലം നിശ്ചയിക്കുന്നത്. ഓരോ വ്യക്തിയും അവരനുഭവിക്കുന്ന കർമ്മത്തിന്റെ ഫലമാണ് അവര് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ശക്തിഹീനനും ശക്തിയുള്ളവനും തമ്മിലുള്ള മത്സരത്തിൽ ശക്തിഹീനനെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ശക്തിഹീനന് ദുർബലന് സ്വയം സഹായിക്കേണ്ടിയിരിക്കുന്നു, സ്വന്തം രക്ഷ ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു എന്നാണ് പാഞ്ചാലിയുടെ നിലപാട്. മനുഷ്യർ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കും ദുരന്തങ്ങൾക്കും കാരണം ഈശ്വര നിശ്ചയമാണ് എന്ന വാദത്തെയും അതല്ല സ്വന്തം കർമ്മത്തിന്റെ ഫലമാണ് എന്ന വാദത്തെയും യുക്തിഭദ്രമായിട്ട് ഖണ്ഡിക്കുകയാണ് ദ്രൗപദി ഈ ശ്ലോകങ്ങളിൽ. അങ്ങനെയെങ്കിൽ ലോകത്തിൽ നടക്കുന്ന സകല പാപങ്ങൾക്കും അധർമ്മങ്ങൾക്കും ഉത്തരവാദി ഈശ്വരനാണ്. പാഞ്ചാലിയുടെ വാദങ്ങൾക്ക് മറുപടി പറയാൻ യുധിഷ്ഠിരനോ മറ്റ് പാണ്ഡവർക്കാർക്കുമോ സാധിക്കുന്നില്ല എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു. മാത്രമല്ല, കുറച്ചു കാലം കഴിഞ്ഞിട്ട് പാഞ്ചാലി ചോദിച്ച ഈ ചോദ്യങ്ങളൊക്കെ യുധിഷ്ഠിരൻ വീണ്ടും തന്റെ സംശയങ്ങളായിട്ട് മാർക്കണ്ഡേയ മഹർഷിയോടും മറ്റു പലരോടും ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ തൽക്കാലം യുധിഷ്ഠിരൻ പാഞ്ചാലിക്ക് ഒരു മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ആ മറുപടി യുധിഷ്ഠിരൻ പോലും വിശ്വസിക്കാത്ത മറുപടിയാണ്, യുധിഷ്ഠിരന് പോലും ഉറപ്പില്ലാത്ത മറുപടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ദിവ്യാസ്ത്രങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് യുധിഷ്ഠിരൻ പിന്നീട് അർജുനനെ പറഞ്ഞയക്കുന്നുണ്ട്. കിരാതനിൽ നിന്ന് പാശുപതാസ്ത്രം നേടുന്നതും സ്വർഗത്തിൽ ചെന്ന് ദേവേന്ദ്രനെ കാണുന്നതും അപ്സരസ്സുകളിൽ നിന്ന് നൃത്തവും സംഗീതവും അഭ്യസിക്കുന്നതും ഉർവശിയുടെ ശാപം വാങ്ങിക്കുന്നതും ഒക്കെ ഈ ഒരു യാത്രയിലാണ്, അർജുനൻ പോകുന്ന ഈ യാത്രയിലാണ്.
യുധിഷ്ഠിരനേക്കാൾ കഷ്ടത അനുഭവിച്ചവരായിട്ട് വേറെയും രാജാക്കന്മാരുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാനും യുധിഷ്ഠിരനെ സമാധാനിപ്പിക്കാനുമാണ് ബൃഹദശ്വ മഹർഷി നളദമയന്തിമാരുടെ കഥ പറയുന്നത് വനവാസത്തിന്റെ സമയത്ത്. അപ്പൊ അവിടെയാണ് നളന്റെയും ദമയന്തിയുടെയും കഥ അവിടെ വരുന്നത്. അവിടെ പക്ഷേ ദുഷ്യന്തൻ ചൂതു കളിച്ച് സർവ്വതും നഷ്ടപ്പെടുത്തുമ്പോഴും സ്വന്തം പത്നിയെ പണയം വെക്കുന്നില്ല. മാത്രമല്ല, തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുന്നത് ദുഷ്യന്തൻ സ്വയം ചൂതു കളിച്ചാണ്. അതിനായിട്ട് ഒരു കുരുക്ഷേത്ര യുദ്ധമോ അതുപോലെ മഹായുദ്ധങ്ങളൊന്നും തന്നെ വേണ്ടി വരുന്നില്ല എന്ന കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല, ദുഷ്യന്തന്റെ സർവനാശത്തിന് കലിയുടെയും ദ്വാപരന്റെയും സാന്നിധ്യം എന്ന ന്യായീകരണവും ഉണ്ടായിരുന്നു. ദുഷ്യന്തൻ സ്വയം ചെയ്തതല്ല, കലി ബാധിച്ചത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. യുധിഷ്ഠിരന്റെ കാര്യത്തിൽ ഇതൊന്നും ഇങ്ങനത്തെ തരത്തിലുള്ള ന്യായീകരണങ്ങൾക്കൊന്നും അവസ്ഥയില്ല. കാരണം യുധിഷ്ഠിരന് കലി ബാധിച്ചിട്ടില്ല, അങ്ങനെ യാതൊരു കാരണവുമില്ല. പാണ്ഡവരെ കാണാൻ കാമ്യകവനത്തിൽ ചെന്ന മാർക്കണ്ഡേയ മഹർഷിയാണ് മത്സ്യാവതാര കഥ പാണ്ഡവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. താൻ കൃതയുഗം മുതൽക്കുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എന്ന് സ്ഥാപിക്കുന്നുണ്ട് മാർക്കണ്ഡേയ മഹർഷി. മത്സ്യാവതാര കഥയ്ക്കും ബൈബിളിലെ നോഹയുടെ പെട്ടകത്തിനും തമ്മിലുള്ള സാമ്യം ശ്രദ്ധേയമാണ്. രണ്ട് സ്ഥലത്തും പ്രപഞ്ചത്തിൽ പ്രളയം ഉണ്ടാവുകയും സർവനാശം സംഭവിക്കുകയും ചെയ്യുമ്പോൾ നോഹയുടെ പെട്ടകത്തിൽ ഒരു പെട്ടകത്തിനുള്ളിൽ കയറിയിരിക്കാനാണ് നിർദ്ദേശം കിട്ടുന്നത്. മത്സ്യാവതാര കഥയിലാവട്ടെ ഒരു തോണി വരും, ആ തോണി വലിച്ചു കൊണ്ടുപോകുന്നത് ഒരു കൊമ്പൻ സ്രാവായിരിക്കും. ആ കൊമ്പൻ സ്രാവ് വലിച്ചു കൊണ്ടുപോകുന്ന തോണിയിൽ കയറി രക്ഷപ്പെടാനാണ് മത്സ്യാവതാര കഥയിൽ പറയുന്നത്. രണ്ട് കഥയിലും നോഹയുടെ പെട്ടകത്തിലാണെങ്കിൽ എല്ലാ ജീവികളുടെയും മാതൃകകളെ ഈ പെട്ടകത്തിൽ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. മത്സ്യാവതാര കഥയിൽ എല്ലാ ജീവികളുടെയും എല്ലാ ജന്തുക്കളുടെയും മനുഷ്യന്റെ അടക്കം എല്ലാ ജന്തുക്കളുടെയും മാതൃകകളെ ഈ തോണിയിൽ സംഭരിച്ചു വെക്കണം എന്നും പറയുന്നു. ആ അർത്ഥത്തിൽ ഇത് രണ്ട് കഥയ്ക്കും തമ്മിൽ സാമ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അർജുനനെ കാണാത്തതിലുള്ള സങ്കടത്തോടെ കഴിയുകയായിരുന്നു പാണ്ഡവരപ്പോൾ. അപ്പോഴാണ് ലോമശ മഹർഷി വനത്തിലെത്തി പാണ്ഡവരെ കാണുന്നത്. തീർത്ഥയാത്ര നടത്തുന്നതിനായിട്ട് അർജുനനും ദേവേന്ദ്രനും നിർദ്ദേശിച്ചിരിക്കുന്നു എന്നും അവർക്ക് വഴി കാണിക്കാൻ ലോമശ മഹർഷി കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞപ്പോൾ ഹിമാലയ സാനുക്കളിലേക്ക് തീർത്ഥയാത്ര പോവുകയാണ് പിന്നീട് പാണ്ഡവർ. അപ്പോൾ അർജുന സ്ഥലത്തില്ല, അർജുന സ്വർഗത്തിലാണ്. വിശേഷപ്പെട്ട ചില ആയുധങ്ങളൊക്കെ സംഭരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ബാക്കിയുള്ള 4 പേരും ഈ പാഞ്ചാലിയും കൂടിയിട്ട് ലോമശ മഹർഷിയുടെ നേതൃത്വത്തിൽ തീർത്ഥയാത്ര നടത്തുന്നതാണ്. വനവാസത്തിൽ ഈ തീർത്ഥയാത്രക്കിടയിലാണ് ഒരുപാട് കഥകൾ വരുന്നതും ഉപകഥകൾ ഉണ്ടാവുന്നതും ഒക്കെ ചെയ്യുന്നത്. ലോപാമുദ്രയും അഗസ്ത്യനും തമ്മിലുള്ള വിവാഹത്തിന്റെയും ലോപാമുദ്രയുടെ രതി നിബന്ധനകളുടെയും ഒക്കെ കഥ ഈ ഭാഗത്ത് വരുന്നു. ദധീജി മഹർഷിയുടെ അസ്ഥിയിൽ നിന്ന് വജ്രായുധം ഉണ്ടാക്കി ദേവേന്ദ്രൻ വൃത്രാസുരനെ വധിച്ച കഥ ഇവിടെ വരുന്നു. സഗരന്റെ പുത്രന്മാരെ കപിലൻ വധിച്ച കഥ വരുന്നു. അവർക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാഗീരഥൻ ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന കഥ വരുന്നു. മാതൃഘാതകനായ പരശുരാമന്റെ കഥ ഇവിടെ വരുന്നുണ്ട്. ചവനന്റെയും സുകന്യയുടെയും കഥ വരുന്നുണ്ട്. സാധാരണ മനുഷ്യരെ ചികിത്സിക്കുന്നു എന്ന കാരണത്താൽ അശ്വനി ദേവന്മാർക്ക് അമൃത് നിഷേധിക്കുന്ന ദേവേന്ദ്രന്റെ കഥ വരുന്നുണ്ട്. ഋഷ്യസിംഗന്റെ കഥ, അതേപോലെ നരഹത്യ നടത്തി ഹോമം ചെയ്തതിന്റെ പേരിൽ നരകത്തിയിൽ വരുന്ന ബ്രാഹ്മണന്റെ കഥ, ശിബിയും ധർമ്മദേവനും തമ്മിലുള്ള സംവാദത്തിലൂടെ അഹിംസയെ കളിയാക്കുന്ന പരുന്തിന്റെ കഥ, ഉദ്ദാലകന്റെയും ശ്വേതകേതുവിന്റെയും അഷ്ടാവക്രന്റെയും കഥ, ഭരദ്വാജനും രൈഭ്യനും തമ്മിലുള്ള തർക്കവും മത്സരവും തുടങ്ങി നിരവധി കഥകൾ പല പല മഹർഷിമാർ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നത് വനപർവ്വത്തിലാണ്. യുധിഷ്ഠിരൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ഒക്കെയാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഇനിയും എത്രയെത്ര കഥകൾ വേണമെങ്കിലും ഉൾച്ചേർക്കാവുന്ന തരത്തിലാണ് അതിൻ്റെ ഘടന. ഏതെങ്കിലും ഒരു മഹർഷിക്ക് ഏത് കാലത്തും വന്ന് യുധിഷ്ഠിരനെ ഉപദേശിക്കാം എന്നർത്ഥം. ഇക്കാലത്തും വേണമെങ്കിൽ ഒരു കഥ ഇതിൽ കൂടിച്ചേരാം. യുധിഷ്ഠിരൻ ഒരു സംശയം ചോദിക്കുകയും അതിന് ഏതെങ്കിലും ഒരു മഹർഷി വന്നിട്ട് ഒരു മറുപടി ചെയ്ത് കൊടുത്തു നൽകി കഴിഞ്ഞാൽ ആ ഫ്രെയിമിന്റെ ഉള്ളിൽ തന്നെ ഇനിയുണ്ടാകുന്ന 100 കണക്കിന് കഥയ്ക്ക് നിൽക്കാൻ സ്ഥലമുണ്ട് എന്നർത്ഥം. തുടർന്ന് വനവാസത്തിന്റെ ഒരു ഘട്ടത്തിൽ പാണ്ഡവർ ഹിമാലയ സാനുക്കളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടിയ പാഞ്ചാലിയെ ഘടോത്കചന്റെ നേതൃത്വത്തിലുള്ള രാക്ഷസന്മാർ തോളിലെടുക്കുന്നതും ആയിട്ട് പറയുന്നുണ്ട്. പാഞ്ചാലി സൗഗന്ധിക പുഷ്പം കണ്ട് മോഹിക്കുന്നതും യുധിഷ്ഠിരന് കൊടുക്കാൻ പൂവ് കൊണ്ടുവരണമെന്ന് ഭീമസേനോട് ആവശ്യപ്പെടുന്നതും, അങ്ങനെ സൗഗന്ധികം പുഷ്പം തേടിയുള്ള ഭീമസേനന്റെ യാത്രയും ആ യാത്രക്കിടയിൽ തന്റെ സഹോദരൻ
ഹനുമാനെ കണ്ടുമുട്ടുന്നത്, അവിടെ സംഭവിക്കുന്ന സാഹസികമായിട്ടുള്ള നിരവധി കാര്യങ്ങളും യുദ്ധങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇത് പ്രധാന കഥാപാത്രങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന കഥ തന്നെയാണ്. അതായത് പാണ്ഡവരാണ് പോകുന്നത്. പക്ഷെ അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് പലപ്പോഴും മുമ്പ് കഴിഞ്ഞു പോയ കഥ എന്നുള്ള തരത്തിലോ തങ്ങൾ കേട്ട കഥ എന്നുള്ള തരത്തിലോ ഒക്കെ പല പല മഹർഷിമാരായിരിക്കും മറുപടി പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പ്രധാന കഥാ തന്തുവിന് പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളല്ല, മഹർഷിമാരുടെ ഉപദേശങ്ങളല്ല എന്നർത്ഥം. ഗന്ധമാദന പർവ്വതത്തിൽ വെച്ചും ഭീമസേനൻ അതിക്രമങ്ങൾ കാണിക്കുന്നുണ്ട്. അവിടുത്തെ ആവാസ വ്യവസ്ഥയെ മാനിക്കാതെ പെരുമാറുന്നുണ്ട്. അവിടെ കണ്ടതെല്ലാം തച്ച് തകർക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിരവധി ഭീമസേനന്റെ അതിക്രമങ്ങളെ പറ്റിയുള്ള നിരവധി കഥകൾ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇക്കാലത്താണ് അർജുനൻ സ്വർഗത്തിൽ നിന്ന് തിരിച്ച് ഭൂമിയിലെത്തുന്നത്. അപ്പൊ അർജുനന് ദേവേന്ദ്രൻ ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പകരമായിട്ട് ദേവേന്ദ്രൻ ചില സൗകര്യങ്ങൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതിലൊന്ന് കാലകേയന്മാരും നിവാദ കവചന്മാരും അടക്കമുള്ള ആദിമ ഗോത്രങ്ങളെ മുഴുവനും അർജുനൻ കൊന്നെടുക്കുന്നതായിട്ടാണ് പറയുന്നത്. അത് കൊന്നെടുക്കുന്നതൊക്കെ തന്നെ ദേവേന്ദ്രൻ ആവശ്യപ്പെട്ടത് പ്രകാരം ദേവന്മാർക്ക് വേണ്ടിയാണ്. ദേവന്മാർക്ക് ഇവരെ ഒറ്റയ്ക്ക് പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യനായ അർജുനന്റെ സഹായനിത്യം തേടുന്നത്. ദേവേന്ദ്രൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അർജുനൻ ഈ ക്രൂരതകളെല്ലാം ചെയ്യുന്നത് എന്നർത്ഥം. അല്ലാതെ പാണ്ഡവർക്ക് ഈ രാക്ഷസന്മാര് യാതൊരു ദ്രോഹവും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. യുദ്ധത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന കുരുക്ഷേത്ര യുദ്ധത്തിനും ഗീതോപദേശത്തിൽ നിന്നും വ്യത്യസ്തമായി അഹിംസയുടെ തത്വം പറയുകയും വർണ്ണാശ്രമധർമ്മത്തിനെതിരെയും ജാതി വ്യവസ്ഥക്കെതിരെയും സംസാരിക്കുകയും ചെയ്യുന്ന കാലസർപ്പത്തെക്കുറിച്ചുള്ള കഥയാണ് വനവാസത്തിൽ തുടർന്നു വരുന്നത്. ഒരു ദിവസം കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോയ ഭീമസേനൻ ഭീമാകാരനായ ഒരു സർപ്പം ചുറ്റി വിഴുങ്ങാൻ തുടങ്ങി ഭീമനെ. 10,000 ആനയുടെ കരുത്തുണ്ടായിരുന്നിട്ടും ഭീമസേനന് സർപ്പത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. നീ ഇന്ന് എനിക്ക് ഭക്ഷണമായി തീരും എന്ന് ആ കാലസർപ്പം ഭീമസേനനോട് പറഞ്ഞു. ഭീമസേനനെ കാണാതെ പിന്നീട് യുധിഷ്ഠിരൻ തേടി വനത്തിലേക്ക് ചെല്ലുന്നു. സർപ്പം ചുറ്റി വിഴുങ്ങാൻ തുടങ്ങുന്ന ഭീമനെ കാണുന്നു, സർപ്പത്തെയും കാണുന്നു. തന്റെ സഹോദരനെ വിട്ടയക്കണം എന്ന് യുധിഷ്ഠിരൻ ഈ സർപ്പത്തോട് അപേക്ഷിക്കുന്നു. താൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞാൽ സഹോദരനെ ജീവനോടെ വിടാം എന്ന് ഈ കാലസർപ്പം യുധിഷ്ഠിരനോട് മറുപടിയും പറയുന്നു. തുടർന്ന് ഈ കാലസർപ്പം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് യുധിഷ്ഠിരനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ബ്രാഹ്മണ കോ ഭവേത് രാജൻ വേദ്യം കിം ച യുധിഷ്ഠിര എന്നാണ് ആദ്യത്തെ ചോദ്യം. ആരാണ് ബ്രാഹ്മണൻ? ബ്രാഹ്മണ കോ ഭവേത്, ആരാണ് ബ്രാഹ്മണനായിട്ട് ഭവിക്കുന്നത്? വേദ്യം കിം, എന്താണ് വേദ്യം അല്ലെങ്കിൽ എന്താണ് വേദം? അറിയേണ്ട കാര്യം, ജ്ഞാനം, എന്താണ് ജ്ഞാനം? ഇതാണ് സർപ്പൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം. അതിന് മറുപടിയായിട്ട് യുധിഷ്ഠിരൻ പറയുന്നത് സത്യം ദാനം ക്ഷമാശീലം ആനൃശംസ്യം ദമോ ഘൃണ ദൃശ്യന്തേ യത്ര നാഗേന്ദ്ര സ ബ്രാഹ്മണ ഇതി സ്മൃത. എവിടെയാണോ ഇതൊക്കെ കാണുന്നത്, ദൃശ്യന്തേ യത്ര നാഗേന്ദ്ര സ ബ്രാഹ്മണ ഇതി സ്മൃത, അങ്ങനെ ആ ആളെയാണ് ബ്രാഹ്മണനായിട്ട് കണക്കാക്കേണ്ടത്. എങ്ങനെയാണ്? എന്തൊക്കെയാണ്? സത്യം, ദാനം, ക്ഷമാശീലം, ആനൃശംസ്യം, ദമോ ഘൃണ. സത്യം, ദാനം, ക്ഷമാശീലം, ദമം അഥവാ ആത്മസംയമനം, ദയ, കർത്തവ്യങ്ങളുടെ ആചരണം എന്നിവയെല്ലാം ആരിലാണോ കാണപ്പെടുന്നത് ആ വ്യക്തിയാണ് ബ്രാഹ്മണൻ. സുഖത്തിലും ദുഃഖത്തിലും അതീതമായ അല്ലെങ്കിൽ പരമമായ ബ്രഹ്മത്തെ, അതിനേക്കാൾ അപ്പുറത്തുള്ള പരമമായ ബ്രഹ്മത്തെയാണ് അറിയേണ്ടതായിട്ടുള്ളത്. അതാണ് ജ്ഞാനം, ആർജിക്കേണ്ട ജ്ഞാനം അതാണ്. ഉടനെ കാലസർപ്പം വീണ്ടും ചോദിച്ചു, ശരി, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി, ബ്രാഹ്മണൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് നിങ്ങൾ പറയുന്നു. ചാതുർവർണ്ണ്യം പ്രമാണം ച സത്യം ച ബ്രഹ്മജൈവ. സത്യം, ധർമ്മം, ക്ഷമാശീലം, അഹിംസ, ദാനം തുടങ്ങിയവയെല്ലാം നിർണയിക്കുന്ന ജാതി വ്യവസ്ഥ പാലിക്കണമെന്ന് നിഷ്കർഷിക്കുന്നത് 4 വർണ്ണങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയാണല്ലോ. ജാതി വ്യവസ്ഥ പാലിക്കണം, വർണ്ണാശ്രമധർമ്മം പാലിക്കണം എന്ന് പറയുന്ന ഈ 4 വർണ്ണങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയാണല്ലോ.
എന്നാൽ ഈ ഗുണങ്ങളൊക്കെയും ശൂദ്രനിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ശൂദ്രനെന്നും ബ്രാഹ്മണനെന്നും ഒക്കെ മനുഷ്യരെ വിശേഷിപ്പിക്കുന്നതിന്റെ യുക്തി എന്താണ്? നിങ്ങൾ പറയുന്നു നല്ല പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യൻ ഒക്കെ ബ്രാഹ്മണനാണ്. പക്ഷെ സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ നല്ല പ്രവൃത്തി ചെയ്യുന്ന എല്ലാ മനുഷ്യരും ബ്രാഹ്മണരല്ല. ബ്രാഹ്മണരായി ജനിക്കാത്തവരൊക്കെ നല്ല പ്രവൃത്തി ചെയ്യുകയും ധർമാനുസാരണം ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ബ്രാഹ്മണരായി ജനിച്ചവരാവട്ടെ മുഴുവൻ പേരും നല്ല പ്രവൃത്തി ചെയ്യുന്നില്ല, അവർ ധർമാനുസരണമല്ല ജീവിക്കുന്നു. അപ്പൊ ഈ വാക്കുകൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ഈ പക്ഷിയല്ല യുധിഷ്ഠിരൻ സർപ്പം വീണ്ടും യുധിഷ്ഠിരനോട് ചോദിക്കുന്നത്. ശൂദ്രേജ ഐതദ്ഭവേൽ ലക്ഷ്യം ദ്വിജേതച്ചര വിദ്യതേ ന വൈ ശൂദ്രോ ഭവേത് ശൂദ്രേ ബ്രാഹ്മണോ നജ ബ്രാഹ്മണ. കാലസർപ്പത്തിൽ ഇങ്ങനെ ചോദ്യം ചോദിച്ച യുധിഷ്ഠിരന് ആ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഈ ഗുണങ്ങളൊക്കെയും ഒരു ശൂദ്രനിൽ കാണുന്നുണ്ടെങ്കിൽ അവൻ ശൂദ്രനല്ല, അവൻ ബ്രാഹ്മണനാണ്. ഈ ഗുണങ്ങളൊന്നുമില്ലാത്ത ബ്രാഹ്മണനായിട്ടാണ് ജനിച്ചതെങ്കിൽ പോലും അയാൾ ബ്രാഹ്മണനും അല്ല. ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുന്നുണ്ട് അവിടെ യുധിഷ്ഠിരൻ. ജന്മം കൊണ്ട് മാത്രമല്ല ഒരാൾ ശൂദ്രനാകുന്നതും മറ്റൊരാൾ ബ്രാഹ്മണനാകുന്നതും എന്നാണ് യുധിഷ്ഠിരൻ പറയുന്ന മറുപടി. ജന്മമല്ല കർമ്മമാണ് പ്രധാനം എന്ന് യുധിഷ്ഠിരനോട് സ്ഥാപിക്കുന്നുണ്ട്. യതിതേ വൃത്തതോ രാജൻ ബ്രാഹ്മണ പ്രസമീക്ഷിത വ്യർത്ഥ ജാതിസ്തത ആയുഷ്മാൻ കൃതിർ യാവൻ ന ദൃശ്യന്തേ. താങ്കൾ പറഞ്ഞതുപോലെ ഈ ഗുണങ്ങളൊക്കെ ഉള്ള ശൂദ്രനെ ബ്രാഹ്മണനായി പരിഗണിക്കുകയാണെങ്കിൽ, അഥവാ ഈ ഗുണങ്ങളൊന്നുമില്ലാത്ത ബ്രാഹ്മണനെ ശൂദ്രനായിട്ടാണ് പരിഗണിക്കുന്നതെങ്കിൽ ജാതി വ്യവസ്ഥ അഥവാ വർണ്ണാശ്രമധർമ്മം വ്യർത്ഥമാവുകയില്ലേ എന്നാണ് വളരെ യുക്തിപൂർവമായിട്ട് കാലസർപ്പം ഇവിടെ യുധിഷ്ഠിരനോട് ചോദിക്കുന്നത്. ജാതിർ അത്ര മഹാസർപ്പ മനുഷ്യതേ മഹാമതേ സങ്കരാത് സർവവർണ്ണാനാം ദുഷ്പരിക്ഷേപ്യ മേ മതി. അതിന് അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? ജാതിയല്ല, അല്ലയോ മഹാസർപ്പമേ, ജാതിയല്ല, മനുഷ്യന്റെ കർമ്മമാണ് മനുഷ്യന്റെ നന്മയും തിന്മയും തീരുമാനിക്കുന്നത്. മാത്രം ഒരു കാര്യം കൂടെ അവിടെ എടുത്തു പറയുന്നുണ്ട്. സങ്കരാത് സർവധർമാണാം ദുഷ്പരിക്ഷ്യേതി മേ മതി. സങ്കരം കാരണം പല വർണ്ണക്കാരും സംഗമിച്ച് പരസ്പരം ബന്ധപ്പെട്ട് കുട്ടികൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് കാരണം ഈ ജാതി വ്യവസ്ഥ തന്നെ ഇപ്പൊ കൃത്യമായിട്ട് നിലനിൽക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. ഇതാണ് ഇദ്ദേഹം പറയുന്നത്. എല്ലാ വർണ്ണക്കാരും പരസ്പരം സങ്കരമായി ഇടപെട്ട് സന്താനങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ കാണിച്ചു തരുന്ന ഒരു ബ്രാഹ്മണൻ അയാളുടെ തലമുറയിലെ എല്ലാ കണ്ണിയിലും ബ്രാഹ്മണനായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഇപ്പൊ കാണിച്ചു തരുന്ന ശൂദ്രൻ തലമുറയിലെ എല്ലാ കണ്ണിയിലും ശൂദ്രനായിരുന്നു എന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്നർത്ഥം. ജാതിയല്ല, മനുഷ്യൻ തന്നെയാണ് പ്രധാനം എന്ന് ഇവിടെ വീണ്ടും ഉറപ്പിക്കുകയാണ്. ഇവിടെ യുധിഷ്ഠിരൻ മനുഷ്യരുടെ ജാതി കൃത്യമായി നിർണ്ണയിക്കാൻ പ്രയാസമാണ്, എല്ലാ വർണ്ണക്കാരും പരസ്പരം സങ്കരമായിട്ട് മാത്രം ഇടപെട്ട് സന്താനങ്ങൾക്ക് ജന്മം നൽകുകയാണ് വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. സാധാരണക്കാരൻ്റെ ഒരു വേർഷനാണ്. മറ്റേത് സാധാരണക്കാരന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതം ആർഷപ്രമാണം ച യേ യജാമഹേ ഇത്യപി തസ്മാത് ശീലം പ്രധാനിഷ്ടം വിദുര്യേ തത്വദർശനി. ഇത് ആർഷപ്രമാണമാണ്, ഞാനായിട്ട് വെറുതെ പറയുന്നതല്ല, ഇത് ആർഷപ്രമാണമാണ്. അതിനാൽ ശീലമാണ് പ്രധാനം, ജാതിയല്ല. നിങ്ങളുടെ പെരുമാറ്റമാണ് പ്രധാനം. നിങ്ങൾ ആരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളുടെ ശ്രേഷ്ഠത, അല്ലാതെ നിങ്ങൾ ഏത് കുലത്തിൽ ജനിച്ചു എന്ന് നോക്കിയല്ല. ഇങ്ങനെ ഒരു ജന്മത്തിന്റെ ഒരു ബന്ധത്തെ അല്ലെങ്കിൽ ജന്മം കൊണ്ട് നേടുന്ന ഒരു അവസ്ഥയെ മാറ്റി കർമ്മത്തിലേക്ക് ഘടിപ്പിക്കുകയാണ് ഈ ഭാഗത്ത് ചെയ്യുന്നതെന്നർത്ഥം. സങ്കരസ്തത്ര നാഗേന്ദ്ര ബലവാൻ പ്രസമീക്ഷതി എന്നൊരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. സങ്കരമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ജനിക്കുന്ന കുട്ടികൾക്കാണ് കൂടുതൽ ശക്തി, കൂടുതൽ ബലവാന്മാരായി കാണപ്പെടുന്നത് അവരാണ് എന്നും ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. മനുഷ്യരുടെ ജാതിയല്ല ശീലഗുണങ്ങളാണ് പ്രധാനം എന്നത് ആർഷപ്രമാണം തന്നെയാണ്. സങ്കരമായി ജനിക്കുന്നവരാണ് കൂടുതൽ ബലവാന്മാരായി കാണപ്പെടുന്നത് എന്നും യുധിഷ്ഠിരൻ സമർത്ഥിക്കുന്നുണ്ട് വനപർവ്വത്തിന്റെ 178 അധ്യായത്തിൽ. സത്യം ദമസ്തപോയോഗം അഹിംസ ദാനനിത്യത സാധകാനി സദാപുംസ എന്ന ജാതിർന്ന കുലം നൃപ. ജാതിയും കുലവും ഒന്നുമല്ല മനുഷ്യന്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് വീണ്ടും എടുത്തു പറയുന്നുണ്ട്. കാലസർപ്പവും യുധിഷ്ഠിരന്റെ നിലപാടിനോട് യോജിച്ചുകൊണ്ട് പറയുന്നു. മാത്രമല്ല യുധിഷ്ഠിരന്റെ മറുപടിയിൽ തൃപ്തനായി
മാർക്കണ്ഡേയ മഹർഷി വീണ്ടും അവിടെ ഇരുന്നു പോവുകയും ചെയ്യുന്നുണ്ട്. സത്യം തമസ് തപോയോഗം അഹിംസ ദാന നിത്യത സാധകാനി സദാ പുംസ ന ജാതിർ ന കുല. അപ്പൊ യുധിഷ്ഠിരന്റെ നിലപാടിനോട് യോജിച്ചുകൊണ്ടാണ് ഇവിടെ കാലസർപ്പവും നിലപാടെടുക്കുന്നത്. യുധിഷ്ഠിരന്റെ മറുപടിയിൽ തൃപ്തനായിട്ട് ഭീമസേനന്റെ ജീവനോടെ പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട് കാലസർപ്പം. പിന്നീട് ഒരു ദിവസം മാർക്കണ്ഡേയ മഹർഷി വീണ്ടും കാമ്യകവനത്തിൽ എത്തുന്നു. ധർമ്മം പ്രവർത്തിക്കുന്ന പാണ്ഡവർക്ക് കഷ്ടതകളും അധർമ്മം പ്രവർത്തിക്കുന്ന ദുര്യോധനാദികൾക്ക് സുഖസൗകര്യങ്ങളും ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പണ്ട് ദ്രൗപദി യുധിഷ്ഠിരനോട് ചോദിച്ച ചോദ്യം യുധിഷ്ഠിരൻ പിന്നീട് ഇപ്പോൾ മാർക്കണ്ഡേയ മഹർഷിയോട് ചോദിക്കുന്നു. അപ്പോൾ പാഞ്ചാലിക്ക് മറുപടി പറയുന്നത് യുധിഷ്ഠിരനാണ് എങ്കിലും തന്റെ മറുപടി സ്വയം ബോധ്യപ്പെട്ട് പറഞ്ഞതായിരുന്നില്ല എന്നാണ് ഇവിടെ യുധിഷ്ഠിരൻ സ്ഥാപിക്കുന്നത്. അതുകൊണ്ടാണ് അതേ ചോദ്യം വീണ്ടും യുധിഷ്ഠിരൻ മാർക്കണ്ഡേയ മഹർഷിയോട് ചോദിക്കുന്നത്. പണ്ട് മനുഷ്യർ ദേവസമാനരായിരുന്നു. അവർ സർവ്വ ഐശ്വര്യങ്ങളോടെയും ജീവിച്ചു. ദുഷ്പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് മനുഷ്യർക്ക് ഇപ്പോൾ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നത് എന്നാണ് പൊതുവിൽ മാർക്കണ്ഡേയ മഹർഷി പറയുന്നത്. എന്താണ് താങ്കൾ ചെയ്ത അധർമ്മം എന്ന പാണ്ഡവരുടെ ചോദ്യത്തിന് അദ്ദേഹം നേരിട്ട് ഉത്തരം പറയുന്നും ഇല്ല. തങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്, പാണ്ഡവർ എന്ത് തെറ്റാണ് ചെയ്തത്, അല്ലെങ്കിൽ ദുര്യോധനൻ ചെയ്ത ധർമ്മം എന്താണ് എന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നും ഇല്ല. ദൗഷ്കുല്യ വ്യാധി ബഹുല ദുരാത്മനോ അപ്രതാപിന ഭവന്ത്യ അൽപായുഷ പാപ രൗദ്രകർമ്മ ഫലോദയ നാഥന്ത സർവകാമാനാം നാസ്തികോ ഭിന്നസേതവ. ദുഷിച്ച കുലങ്ങളിൽ ജനിക്കുന്നതും മനുഷ്യർ ദുഷിച്ച കുലങ്ങളിൽ ജനിക്കാൻ ഇടയാവുന്നതും വ്യാധികളുടെ ബാഹുല്യം ഉണ്ടാകുന്നതും രോഗങ്ങളുടെ ബാഹുല്യം മനുഷ്യർക്കുണ്ടാകുന്നതും അവർ ദുരാത്മാക്കളാകുന്നതും അപ്രതാപികളാകുന്നതും അൽപായുസുകളും പാപികളും നാസ്തികരാകുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള എല്ലാം തന്നെ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് എന്ന് മാർക്കണ്ഡേയ മഹർഷി വാദിക്കുന്നു. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ താഴ്ന്ന കുലത്തിൽ ജനിക്കുന്നതും. അങ്ങനെയാണ് സാധാരണ പറഞ്ഞു വരാറുള്ള വാദം. ശൂദ്രൻ ധനം സമ്പാദിച്ചാൽ കലിയുഗമായി എന്നും സർവനാശവും പ്രളയവും അനുഭവിക്കുന്നത് ജാതി വ്യവസ്ഥ ലംഘിക്കുകയും വർണ്ണാശ്രമധർമ്മങ്ങൾ തെറ്റിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എന്നും മാർക്കണ്ഡേയ മഹർഷി സ്ഥാപിക്കുന്നുണ്ട്. പ്രളയകാലം മുതൽ പുതിയ കാലം വരെ ജീവിച്ചു വരുന്ന മഹർഷിയാണ് മാർക്കണ്ഡേയൻ എന്ന് പറയുന്നതിന്റെ മറ്റൊരർത്ഥം മാർക്കണ്ഡേയൻ എന്നത് ഒരു വ്യക്തിയല്ല, ഒരു ഗുരുപരമ്പരയാണ് എന്നും ആവാം. വൈരാഗ്യവും സന്യാസവുമാണോ യജ്ഞവും യാഗങ്ങളും ധനസമ്പാദനവുമാണോ ശ്രേഷ്ഠം എന്നതിനെക്കുറിച്ച് ബ്രാഹ്മണർക്കിടയിൽ നടക്കുന്ന തർക്കം പലപ്പോഴും കഥാരൂപത്തിൽ വരുന്നുണ്ട്. അത്തരമൊരു കഥയാണ് വൈന്യൻ എന്ന രാജർഷിയുടെയും അത്രി മഹർഷിയുടെയും കഥ. വാമദേവനിൽ നിന്ന് വാമിക്കുതിരകൾ തട്ടിയെടുക്കാൻ ശ്രമിച്ച രാജാവിന്റെ കഥയും ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവിന്റെ കഥയും ദുന്ധുമാരന്റെ കഥയും മാർക്കണ്ഡേയ മഹർഷി പറയുന്നത് ബ്രാഹ്മണരുടെ ശ്രേഷ്ഠതയെ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചു തന്നെ ആണ്. അപ്പം നേരത്തെ യുധിഷ്ഠിരന്റെ സഹോദരനായിട്ടുള്ള ഭീമൻ കാട്ടിൽ പോയി കാലസർപ്പത്തിന്റെ പിടിയിലകപ്പെടുന്നു. കാലസർപ്പം ചോദിച്ച ചോദ്യങ്ങൾക്ക് യുധിഷ്ഠിരൻ മറുപടി പറയുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരം ശരിയായതുകൊണ്ട് ഭീമസേനെ വിട്ടയക്കുന്നു കാലസർപ്പം. അവിടുത്തെ എടുത്ത നിലപാടല്ല കുറച്ചു കാലം കഴിഞ്ഞിട്ട് മാർക്കണ്ഡേയ മഹർഷി എടുക്കുന്നതെന്നർത്ഥം. കാലസർപ്പത്തിനോടുള്ള ചർച്ചയിൽ കാലസർപ്പവും യുധിഷ്ഠിരനും കൂടെ എത്തുന്ന അവസാനത്തെ നിലപാട് എന്താണെന്ന് വെച്ചാൽ ജാതിയല്ല, മനുഷ്യന്റെ ജാതിയും വർണ്ണവുമല്ല, മനുഷ്യന്റെ കർമ്മം തന്നെയാണ് പ്രധാനം. നല്ല കർമ്മങ്ങൾ ചെയ്യാത്ത ബ്രാഹ്മണനല്ല. ധർമ്മമനുസരിച്ച് പ്രവർത്തിക്കുകയും സത്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ശൂദ്രൻ അയാൾ ബ്രാഹ്മണനാണ്. ഇതാണ് അവിടെ എടുക്കുന്ന നിലപാട്. എന്നാൽ ഇപ്പൊ മാർക്കണ്ഡേയ മഹർഷി എടുക്കുന്ന നിലപാട് തികച്ചും വ്യത്യസ്തമാണ്. അദ്ദേഹം അതിന്റെ ഒരു ന്യായീകരണം തന്നെ പറയുന്നുണ്ട്, വലിയൊരു ന്യായീകരണം തന്നെ പറയുന്നുണ്ട്. കാലം ത്രേതായുഗത്തിൽ നിന്ന് കൃതയുഗത്തിൽ നിന്ന് ത്രേതായുഗത്തിലേക്ക് മാറാനും ത്രേതായുഗത്തിൽ നിന്ന് ദ്വാപരത്തിലേക്ക് മാറാനും ദ്വാപരത്തിൽ നിന്ന് കലിയുഗത്തിലേക്ക് മാറാനുമുള്ള കാരണക്കാരനാരാണ്? മനുഷ്യന്റെ ദുഷ്പ്രവൃത്തികളാണ്. ആ ദുഷ്പ്രവൃത്തി എന്താണ്? ബ്രാഹ്മണന്റെ കർമ്മം ചെയ്യാതെ ക്ഷത്രിയന്റെ കർമ്മം ചെയ്യുക, ക്ഷത്രിയൻ ബ്രാഹ്മണന്റെ കർമ്മം ചെയ്യുക,
വൈശ്യൻ ക്ഷത്രിയന്റെ കർമ്മം ചെയ്യും. ഇതൊക്കെ വലിയ പാപമാണ്. അത്തരം പാപങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് യുഗസംക്രമണം നടക്കുന്നത്. സത്യയുഗത്തിൽ നിന്ന് മനുഷ്യൻ കലിയുഗത്തിലെത്തുന്നത്. ഇതാണ് മാർക്കണ്ഡേയ മഹർഷിയുടെ വിശദീകരണം. അതിന് അദ്ദേഹം എടുക്കുന്ന ഉദാഹരണങ്ങളുണ്ട്. ദ്രോണാചാര്യൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ ധർമ്മം സ്വീകരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ ശ്രമിക്കുന്നു. വിശ്വാമിത്രൻ എന്ന് പറയുന്ന ക്ഷത്രിയൻ ബ്രാഹ്മണന്റെ കർമ്മം സ്വീകരിച്ചുകൊണ്ട് തപസ് ചെയ്യുന്നു. അദ്ദേഹം രാജർഷിയായിട്ട് അറിയപ്പെടുന്നു. ഇത്തരം പ്രവൃത്തികളാണ് യാദവന്മാരും മ്ലേച്ഛന്മാരുമായിട്ടുള്ള നിരവധി രാജാക്കന്മാർ, വൈശ്യകുലത്തിൽപ്പെട്ട നിരവധി പേർ രാജാക്കന്മാരായിട്ട് ക്ഷത്രിയരുടെ കർമ്മം ചെയ്യുന്നു. ഇങ്ങനെയുള്ള ജാതിധർമ്മം തെറ്റിക്കുന്നതും വർണ്ണാശ്രമധർമ്മം തെറ്റിക്കുന്നതുമാണ് ധർമ്മവ്യവസ്ഥയുടെ അപജയത്തിന് കാരണമെന്നാണ് മാർക്കണ്ഡേയ മഹർഷി സ്ഥാപിക്കുന്നത്. അപ്പൊ ഇത് നേരത്തെ കാലസർപ്പവും ഉണ്ടാക്കിയ ധാരണയ്ക്ക്, യുധിഷ്ഠിരനും കാലസർപ്പവും തമ്മിൽ പറഞ്ഞുണ്ടാക്കിയ ധാരണയ്ക്ക് നേരെ എതിരാണെന്ന് അർത്ഥം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്? അത് ഞാൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞ കഥ എന്ന് പറയുന്നത് മഹാഭാരതം കഥയുടെ ശരീരത്തിൽ തന്നെയുള്ളൊരു ഭാഗമാണ്. അവർ വനവാസത്തിന് പോകുന്ന സമയത്ത് പാണ്ഡവരിൽപ്പെട്ട ഒരാൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ആളെ കാണുന്നില്ല, അന്വേഷിച്ചിരുന്നു യുധിഷ്ഠിരൻ. എന്നാൽ രണ്ടാമത് പറഞ്ഞ കഥയോ, മാർക്കണ്ഡേയന്റെ കഥ ഏത് കാലഘട്ടത്തിലും ആർക്കും കൂട്ടിച്ചേർക്കാവുന്ന കഥയാണ്. ഇന്നും ഒരു സംശയം ആർക്കും ചോദിക്കാം. അതിന് മാർക്കണ്ഡേയന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുനിയുടെ പേരിൽ വേറൊരു കഥയും മഹാഭാരതത്തിന്റെ ഭാഗം ആവാം എന്നർത്ഥം. അപ്പൊ ആ കാലത്ത് ഈ ഒരു കഥ ഇതിന്റെ ഭാഗമാവണമെങ്കിൽ വർണ്ണാശ്രമധർമ്മം ശക്തി പ്രാപിച്ച കാലമായിരിക്കണം. വർണ്ണാശ്രമധർമ്മം യാതൊരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല എന്ന് ശാഠ്യമുണ്ടായ കാലമായിരിക്കണം. ആ കാലത്തായിരിക്കണം ഒരുപക്ഷെ പുതിയ കഥ ഇതിന്റെ മഹാഭാരതത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുക. സ്ത്രീകളുടെ മഹാത്മ്യം വിവരിക്കാനാണ് പിന്നീട് യുധിഷ്ഠിരൻ മാർക്കണ്ഡേയ മഹർഷിയോട് ആവശ്യപ്പെടുന്നത്. പക്ഷെ മാർക്കണ്ഡേയൻ പറയുന്ന കഥയിലെ ഊന്നൽ സ്ത്രീകൾ പുലർത്തേണ്ട പാതിവൃത്യത്തെക്കുറിച്ചും അതുകൊണ്ട് ലഭിക്കുന്ന പുണ്യത്തെക്കുറിച്ചും ഒക്കെയാണ്. ഇറച്ചി കച്ചവടക്കാരനായ ഒരു വ്യാധൻ, ഒരു വേട്ടക്കാരൻ, ഒരു ബ്രാഹ്മണന് ധർമ്മോപദേശം നൽകുന്ന കഥയാണ് പറയുന്നത്. ബ്രാഹ്മണനെ അല്പമൊന്ന് താഴ്ത്തി കിട്ടുന്നത് പുരുഷാധിപത്യ സമൂഹത്തിന്റെ പാതിവൃത്യനിഷ്ഠയിൽ ഊന്നാൻ വേണ്ടിയാണ് എന്നർത്ഥം. ബ്രാഹ്മണനേക്കാളും ശ്രദ്ധതയുണ്ട് എന്താ പറയാ ഈ സ്ത്രീക്ക്, മറ്റൊരു ബ്രാഹ്മണന്റെ പത്നിയായിട്ടുള്ള സ്ത്രീക്ക്. കാരണം എന്തുകൊണ്ടാണ്? ഈ സ്ത്രീ പാതിവൃത്യം അനുസരിക്കുന്നവളാണ്. അതുകൊണ്ടാണ് പാതിവൃത്യം അനുസരിക്കുന്ന സ്ത്രീ, ബ്രാഹ്മണ സ്ത്രീ കുറച്ചുകൂടെ ഉയർന്നു നിൽക്കുന്നു എന്ന് സ്ഥാപിക്കാനാണ് ഈ കഥ ശ്രമിക്കുന്നത്. അഗ്നിയെ മനുഷ്യരായി സങ്കല്പിച്ചുകൊണ്ട് അവർക്ക് പുത്രന്മാർ പിറക്കുന്നതിനെ കുറിച്ചും അവരുടെ പരമ്പരയെക്കുറിച്ചും അവരുടെ പ്രണയത്തെക്കുറിച്ചും അഗ്നി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചും ഒക്കെ കഥകളുണ്ട് മഹാഭാരതത്തിൽ. അഗ്നി വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞാനമായിരുന്ന കാലത്തെ സമൂഹത്തിന്റെ ആവശ്യം കൂടിയായിരിക്കണം പലതരത്തിലുള്ള അനുഷ്ഠാനങ്ങളിലൂടെ അഗ്നി ഉണ്ടാക്കാനുള്ള വിദ്യ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്ന കാര്യം. ലോഹങ്ങളും ധാതുക്കളുമായി മാറുന്ന അഥർവന്റെ കഥയും ശാസ്ത്രജ്ഞാനവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടതാണ്. തന്റെ ഐശ്വര്യങ്ങൾ പാണ്ഡവരെ കാണിക്കാനും അവർക്ക് സ്വന്തം അവസ്ഥയോർത്ത് ലജ്ജ തോന്നാനും ഉദ്ദേശിച്ചുകൊണ്ട് കൗരവർ ഒരു ദ്വൈതവനത്തിലേക്ക് വരുന്നു. അവിടെ വെച്ച് ഗന്ധർവന്മാരുമായിട്ട് യുദ്ധം ചെയ്ത് ഗന്ധർവന്മാർ ഈ കൗരവന്മാരെ ബന്ദികളാക്കുകയും ഒടുക്കം യുധിഷ്ഠിരന്റെ നിർദ്ദേശപ്രകാരം പാണ്ഡവർ ചെന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന കഥ പറയുന്നുണ്ട്. അതും വനപർവ്വത്തിൽ തന്നെയാണ്. സ്വന്തം രക്ഷ മാത്രം നോക്കി ദുര്യോധനെ പോലും ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന കർണനെയാണ് ഇവിടെ മഹാഭാരതം വരച്ചു വയ്ക്കുന്നത്. കുരുക്ഷേത്രത്തിൽ നടക്കാനിരിക്കുന്ന യുദ്ധം ശൈവരും വൈഷ്ണവരും തമ്മിലുള്ള സംഘർഷമായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ആവശ്യമായ തെളിവുകളും ഈ അധ്യായത്തിൽ ലഭിക്കുന്നതാണ്. പാരിസ്ഥിതികമായ അവബോധത്തിലേക്ക് ഊന്നുന്ന കഥയാണ് വംശനാശത്തെക്കുറിച്ച് പരാതിപ്പെടാൻ വേണ്ടി യുധിഷ്ഠിരനെ സമീപിക്കുന്ന മാനുകളുടെ കഥ. പണ്ടവർ ദ്വൈതവനത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഒരു ദിവസം രാവിലെ ഒരു മാൻ യുധിഷ്ഠിരനെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ മാനുകളുടെ കഥ, ദ്വൈതവനത്തിൽ ഏറെക്കാലമായി താമസിച്ചു വരുന്ന പാണ്ഡവരോട് അവിടത്തെ താമസം അവസാനിപ്പിക്കണമെന്നും മറ്റൊരു വനത്തിലേക്ക് ഉടനെ പോകണമെന്നും പറയുകയാണ് ഈ മാനു. എന്താ കാരണം? തങ്ങളുടെ വംശത്തിന് നാശം തുടങ്ങിയിരിക്കുന്നു. തങ്ങളുടെ വംശത്തിൽ ഇനി ആകെ 1-2 വയസ്സന്മാരായിട്ടുള്ള മാനുകൾ മാത്രമേ ഉള്ളൂ. ഇനിയും താങ്കളും താങ്കളുടെ സഹോദരന്മാരും ഈ വനത്തിൽ തുടർന്നാൽ ഞങ്ങൾക്ക് വംശനാശം സംഭവിക്കുമെന്നാണ് മാനുകൾ പറയുന്നത്. ഈ നിർദ്ദേശമനുസരിച്ചും അർജുനനെ വധിക്കാതെ താൻ ആരെക്കൊണ്ടും കാലു കഴിക്കുകയില്ല എന്ന്
കർണൻ ഒരു പ്രതിജ്ഞ എടുത്തു എന്ന വിവരം അറിഞ്ഞതുകൊണ്ടും കൂടിയാണ് യുധിഷ്ഠിരൻ ദ്വൈതവനത്തിൽ നിന്ന് കാമ്യക വനത്തിലേക്ക് താമസം മാറ്റുന്നത് എന്ന് പറയുന്നുണ്ട്. അസ്ത്രാഭ്യാസികളായ കുറച്ച് രാജകുമാരന്മാർ ഏറെക്കാലം ഒരേ വനത്തിൽ താമസമാക്കിയാൽ അവിടുത്തെ മാനുകളുടെ എണ്ണത്തിൽ ക്രമാതീതമായ കുറവുണ്ടാകുമെന്നും അത് മാനുകളുടെ വംശനാശത്തിന് കാരണമാകുമെന്നും തിരിച്ചറിയുന്ന ഒരു അവബോധം കൂടി ഈ കഥയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും. തങ്ങൾക്ക് നാശം വരുത്തും എന്നും തങ്ങൾക്ക് തന്നെ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവില്ല പിന്നെ അതറിയുന്നതുകൊണ്ടാണ് ഇവർ അത്തരത്തിലൊരു നിലപാടെടുക്കുന്നത്. പാണ്ഡവന്മാർ കടുവകളും കൗരവർ കാടുമാണ് എന്നും കടുവകളില്ലാതെയായാൽ കാട് നശിപ്പിക്കും, അതുപോലെ തന്നെ കാട് ഇല്ലാതെയായാൽ കടുവകൾക്ക് ആവാസസ്ഥലം നഷ്ടപ്പെടുമെന്നും ബിംബഭാഷയിൽ ഉദാഹരിച്ചുകൊണ്ട് അവർ തമ്മിലുള്ള ഐക്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് വനവാസത്തിനിടയിൽ ചില മഹർഷിമാർ. കൃഷ്ണനും അത് തന്നെ പറയുന്നുണ്ട്. ഇവിടെയും ആവാസ വ്യവസ്ഥയിൽ ഒരു വൈവിധ്യം, ഒരു ജീവിവർഗം പൂർണ്ണമായി ഇല്ലാതെയാകുമ്പോൾ മറ്റു ജീവികളുടെ നിലനിൽപ്പിനെയും അത് പ്രതികൂലമായി ബാധിക്കുമെന്ന കരുത്തിലേക്കാണ് ഊന്നൽ നൽകുന്നത്. ഒരു ജീവിവർഗം തീരെ ഇല്ലാതെയായി കഴിഞ്ഞാൽ മറ്റു ജീവികളുടെ വംശത്തിനെയും അത് ബാധിക്കും. ഒരു ജീവിവർഗം എന്ന് പറയുന്നത് ആ ഒരേ ഒരു ജീവിവർഗം മാത്രമല്ല എന്നർത്ഥം. വനവാസത്തിനിടയ്ക്ക് പറയുന്ന മറ്റൊരു കഥ സ്വർഗം തിരസ്കരിക്കുന്ന മുദ്ഗലന്റെ കഥയാണ്. ഉടലോടെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ദേവരഥം മുന്നിൽ വന്ന് നിൽക്കുകയാണ്. മുദ്ഗലൻ എന്ന സന്യാസിക്ക് പക്ഷെ അത് സ്വീകരിക്കാൻ ഇഷ്ടമല്ല. അദ്ദേഹം ചോദിക്കുന്ന സ്വർഗത്തിൽ എന്തൊക്കെയാണുള്ളത്, സ്വർഗത്തിലെ നിഷ്ഠകൾ എന്തൊക്കെയാണ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ചോദിച്ചറിയുന്നുണ്ട്. സ്വർഗത്തെ സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ഒടുവിൽ സ്വർഗത്തെക്കാൾ നല്ലത് ഭൂമിയിൽ ജീവിക്കുകയാണെന്ന് മാത്രമല്ല മുദ്ഗലൻ പറയുന്നത്, ഭൂമിയിൽ നിലത്തു വീണ് കിടക്കുന്ന കതിർമണികൾ പൊറുക്കിയെടുത്തുള്ള ജീവിതം പോലും സ്വർഗവാസത്തെക്കാൾ ശ്രേഷ്ഠമാണെന്ന് തീരുമാനിക്കുന്നുണ്ട് മുദ്ഗലൻ എന്ന ബ്രാഹ്മണൻ. മഹാഭാരതത്തിലെ പ്രധാന കഥയുമായി ബന്ധപ്പെട്ട് ജയദ്രഥൻ പാഞ്ചാലിയെ പിടിച്ചു കൊണ്ടുപോകുന്ന കഥയും പാണ്ഡവർ ജയദ്രഥനെ പിന്തുടർന്ന് പാഞ്ചാലിയെ മോചിപ്പിക്കുന്ന കഥയും ഈ വനവാസത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ജയദ്രഥനെ ഭീമൻ വധിക്കാൻ തുടങ്ങിയപ്പോൾ യുധിഷ്ഠിരൻ ഇടപെട്ട് പിന്തിരിപ്പിക്കുന്നുണ്ട്. തലയിൽ 5 ശിഖകൾ നിർത്തിക്കൊണ്ട് മുണ്ടനം ചെയ്ത് അപമാനിച്ചു വിടുകയാണ് ചെയ്യുന്നത് പാണ്ഡവർ. അതാണ് യുധിഷ്ഠിരൻ വിധിക്കുന്ന ശിക്ഷ. സൈന്ധവ രാജ്യത്തിലെ രാജാവായിരുന്ന ജയദ്രഥൻ കൗരവർക്കും പാണ്ഡവർക്കുമായുള്ള ഒരേയൊരു സഹോദരിയുടെ ദുശ്ശളയുടെ ഭർത്താവും കൂടി ആയിരുന്നു. ഈ അപമാനത്തിന്റെ പ്രതികാരം എന്ന നിലയ്ക്കാണ് ജയദ്രഥൻ പിന്നീട് തപസ് ചെയ്ത് പാണ്ഡവരിൽ അർജുനൻ ഒഴികെയുള്ളവരെ ഒരു ദിവസം തടഞ്ഞു വെക്കാനുള്ള വരം നേടുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ നടക്കാനിരിക്കുന്ന ഒരു വലിയ സംഘർഷത്തിന്റെ വിത്ത് വനവാസകാലത്ത് മഹാഭാരത കഥയിൽ നിക്ഷേപിക്കുന്നുണ്ട് എന്നർത്ഥം. കാരണം കാട്ടിൽ ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കെ പാണ്ഡവർ വേട്ടയ്ക്ക് പോയ സമയത്താണ് ജയദ്രഥനും അദ്ദേഹത്തിന്റെ സൈന്യം അവിടെ വരുന്നത്. അവിടെ വെച്ചാണ് പാഞ്ചാലിയെ അപമാനിക്കുന്നത്. ആ അപമാനമാണ് പിന്നീട് അഭിമന്യുവിന്റെ വധത്തിലേക്ക് മരണത്തിലേക്ക് ചെന്നെത്തുന്നതർത്ഥം. പാണ്ഡവരെ അർജുന സ്ഥലത്തില്ലായിരുന്നു. അർജുനൻ ഒഴുകിയില്ല, പാണ്ഡവരെല്ലാവരും ഭീമസേനടക്കമുള്ള എല്ലാ ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ അടുത്തേക്ക് പോവാൻ, അഭിമന്യുവിന്റെ അടുത്തേക്ക് യുദ്ധസ്ഥലത്തേക്ക് പോവാൻ ജയദ്രഥൻ അനുവദിക്കുന്നില്ല, തടയാണ് ചെയ്യുന്നത്. സത്യവാനും സാവിത്രിയും തമ്മിലുള്ള വിവാഹത്തിന്റെയും സാവിത്രി തന്റെ പാതിവൃത്യത്തിന്റെ ശക്തിയാൽ സത്യവാന്റെ ജീവനും രാജ്യവും സംരക്ഷിക്കുന്നതിന്റെയും കഥയാണ് തുടർന്ന് പറയുന്നത്. സ്ത്രീയുടെ പാതിവൃത്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്ന ഈ കഥ സാമൂഹ്യ ജീവിതത്തിൽ ഒരു ആവശ്യം എന്ന നിലയിൽ പ്രധാന കഥാശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇതും കൂടെ പറയണം. ഇപ്പോഴിത് പറയേണ്ട സമയമാണ്. നമ്മളൊരു കലാപരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു അനൗൺസ്മെന്റ് വരുന്നത് പോലെ ആ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് ആരാണോ കലാപരിപാടികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവരുടെ ഒരു സാമ്പത്തിക സ്രോതസ്സാണ്, അല്ലെങ്കിൽ അവരുടെ ആവശ്യം കൂടിയാണ് നിറവേറ്റുന്നത് എന്നർത്ഥം. കുന്തിയും ദർവാസാവും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥയും വനവാസത്തിന്റെ അവസാന ഘട്ടത്തിലാണ് വിസ്തരിച്ചു പറയുന്നത്. ദുർവാസാവ് കുന്തിക്ക് വരം നൽകുന്നതും കുന്തി സൂര്യനെ ആവാഹിച്ചു വരുത്തുന്നതും സൂര്യനും കുന്തിയും തമ്മിലുള്ള സംവാദവും കർണനും സൂര്യനും തമ്മിലുള്ള സംവാദവും ഇന്ദ്രൻ ബ്രാഹ്മണ വേഷത്തിൽ വന്ന് കർണന്റെ വജ്രകുണ്ടലങ്ങൾ ദാനമായിട്ട് വാങ്ങിക്കൊണ്ടുപോകുന്നതും ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. സൂര്യൻ എന്ന ദേവൻ ഏറ്റവും യുക്തിപൂർവവും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ കഥാസന്ദർഭത്തിന്റെ പ്രത്യേകത.
ബ്രാഹ്മണൻ ചോദിച്ചാൽ ഞാൻ എന്തും നൽകും എന്ന് ജീവനേക്കാൾ തനിക്ക് വിലപ്പെട്ട വീരത്വം എല്ലാ കാലത്തും കർണൻ വാശി പിടിക്കുമ്പോഴും ജീവനുള്ള മനുഷ്യർക്ക് മാത്രമേ വീരത്വം കൊണ്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ജീവൻ നഷ്ടപ്പെടാതെ നോക്കുകയാണ് വേണ്ടത് എന്നാണ് സൂര്യദേവൻ കർണന്റെ മുമ്പിൽ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. കന്യക എന്ന പദത്തിന്റെ അർത്ഥം കാമിക്കപ്പെടുന്നവൾ എന്നാണ്. ആരെങ്കിലും കാമിക്കപ്പെടുന്ന കാലത്തോളം സ്ത്രീ കന്യകയാണ്. പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നതല്ല സ്ത്രീയുടെ കന്യകാത്വം എന്ന് സമർത്ഥിക്കുന്നതും സൂര്യദേവനാണ്. അത്തരത്തിലൊരു വ്യാഖ്യാനം കൊണ്ടുവന്ന് തന്റെ നിലപാടിന് ചെയ്യുന്നുണ്ട് സൂര്യദേവൻ. വനപർവ്വത്തിന്റെ അവസാന ഭാഗത്ത് വീണ്ടും ഒരു യക്ഷൻ പ്രത്യക്ഷപ്പെട്ട് പാണ്ഡവരിൽ യുധിഷ്ഠിരനൊഴികെയുള്ള എല്ലാവരുടെയും മരണത്തിന് കാരണമാവുന്നുണ്ട്. യക്ഷൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യുധിഷ്ഠിരൻ മറുപടി പറയുമ്പോഴാണ് ഭീമാദികൾക്ക് ജീവൻ തിരിച്ചു ലഭിക്കുന്നത്. ധർമ്മദേവനായിരുന്നു വേഷം മാറി വന്ന യക്ഷൻ എന്ന് പിന്നീട് വ്യക്തമാക്കുന്നുണ്ട്. അത് കഥകളിലൂടെ സ്ഥാപിക്കാൻ കഴിയുന്നതിലും വേഗത്തിൽ നിരവധി കാര്യങ്ങൾ ഒരുമിച്ച് സമർത്ഥിക്കേണ്ടി വരുമ്പോൾ ധർമ്മദേവൻ ഇങ്ങനെ വേഷം മാറി വന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും എന്താണ് ധർമ്മം എന്ന്, എങ്ങനെയാണ് സാമൂഹ്യ നിയമങ്ങൾ പാലിക്കേണ്ടത് എന്നുമൊക്കെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ധാർമ്മിക വ്യവസ്ഥ അഥവാ സാമൂഹ്യ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിർവചിക്കാനും അവ എല്ലാവരും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുമുള്ള ഉത്തരവാദിത്വം മഹാഭാരതത്തിൽ ഏറ്റെടുക്കുന്നത് ധർമ്മദേവനാണ്. എല്ലാ കാലത്തും അല്ലെങ്കിൽ ഇന്നും ആ ധർമ്മദേവൻ നായയായും വിതുരന്റെ പിതാവായ വേദവ്യാസനായിട്ടും ഒക്കെ കഥകളിൽ വെളിപ്പെടുന്നത് കാണാം. വനവാസം കഴിഞ്ഞുള്ള ഇത്തരം അജ്ഞാതവാസ കാലത്ത് ആരും അറിയാതെ 1 വർഷം കഴിയേണ്ടതുണ്ടായിരുന്നു പാണ്ഡവർക്ക്. അതിന് ഏറ്റവും പറ്റിയത് വിരാടന്റെ കൊട്ടാരമാണ് എന്ന് നിർദ്ദേശിക്കുന്നതും ധർമ്മദേവനാണ്. അതനുസരിച്ചാണ് പാണ്ഡവർ പിന്നീട് വേഷം മാറി വിരാടന്റെ കൊട്ടാരത്തിൽ ചെല്ലുന്നതും അവിടെ 1 വർഷക്കാലം താമസിക്കുന്നതും. പാണ്ഡവരുടെ കൈവശം ഉള്ള ആയുധങ്ങളെല്ലാം ഒരു ശ്മശാനത്തിലെ വൃക്ഷത്തിന്റെ ഉയരമുള്ള ശാഖയിൽ കെട്ടിവെച്ചതിന് ശേഷം ആ മരത്തിന്റെ ചുവട്ടിൽ ഒരു മനുഷ്യന്റെ ശവവും കൊണ്ടിട്ട് ഭീകരമായിട്ടൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് പാണ്ഡവർ ആദ്യം ചെയ്യുന്നത്. എന്നിട്ടാണ് ആയുധം പനയുടെ മുകളിൽ കെട്ടി വയ്ക്കുന്നത്. ആളുകൾ ഭയന്ന് മരച്ചുവട്ടിലേക്ക് പോകാതിരിക്കാനായിരുന്നു അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അടുക്കളക്കാരനായി ഭീമനും ചോതുകളിക്കാരനായി യുധിഷ്ഠിരനും ബൃഹന്നളയായി അർജുനനും സ്വൈരന്ദ്രിയായി പാഞ്ചാലിയും കുതിരക്കാരനായി നകുലനും വിരാടന്റെ കൊട്ടാരത്തിൽ വേഷം മാറി കഴിഞ്ഞു വന്നു. പാഞ്ചാലിയെ മോഹിക്കുകയും വശപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കീചകനെ ഭീമൻ വധിക്കുന്നത് ഇവിടെ വെച്ചാണ്, വിരാടന്റെ കൊട്ടാരത്തിൽ വെച്ചാണ്. കീചകന്റെ മരണത്തിന് ഉത്തരവാദിയായത് സൈരന്ദ്രിയാണ് എന്ന് കീചകനെ വധിച്ചത് അവരുടെ ഭർത്താക്കന്മാരായ ഗന്ധർവന്മാരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കിങ്കരന്റെ ബന്ധുക്കൾ പാഞ്ചാലിയെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കീചകനിൽ മോഹമുണർത്തിയ ഇവളെ വധിച്ചു കളയണമെന്നാണ് അവർ ആക്രോശിക്കുന്നത്. കീചകനെ ദഹിപ്പിക്കുന്ന ചിതയിലേക്ക് പാഞ്ചാലിയെയും എറിഞ്ഞു കൊല്ലാനാണ് മറ്റു ചിലർ പദ്ധതിയിടുന്നത്. എന്നാൽ പുരുഷനിൽ മോഹമുണർത്തുക എന്ന തെറ്റിന് സ്ത്രീക്ക് ശിക്ഷ വിധിക്കുന്ന സമ്പ്രദായം വിരാടപർവ്വത്തിൽ കാണാൻ സാധിക്കും. ഭീമന്റെ സന്ദർഭോചിതമായ ഇടപെടൽ കാരണം പാഞ്ചാലി രക്ഷപ്പെടുന്നത്, മിക്കവാറും എല്ലാ സ്ഥലത്തും പാഞ്ചാലി രക്ഷപ്പെടുന്നത് അങ്ങനെയാണ് എന്നർത്ഥം. കീചകനെ ആരോ വധിച്ചിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ അത് ഭീമൻ തന്നെ ആയിരിക്കണമെന്ന് കൗരവർ സംശയിക്കുന്നുണ്ട്. വിരാടന്റെ കൊട്ടാരത്തിലാവാം പാണ്ഡവർ ഒളിച്ചു താമസിക്കുന്നത് എന്ന് ഊഹിച്ചതുകൊണ്ടും കീചകനില്ലാത്ത വിരാടനെ പരാജയപ്പെടുത്താൻ എളുപ്പമാണ് എന്ന് കണക്ക് കൂട്ടിയത് കൊണ്ടും ആയിരിക്കണം കൗരവർ ഭീഷ്മരുടെയും ദ്രോണരുടെയും കർണന്റെയും നേതൃത്വത്തിൽ വിരാടന്റെ സൈന്യത്തെ ആക്രമിക്കുന്നതും അവരുടെ ഗോക്കളെ കട്ടുകൊണ്ടുപോകുന്നു. ഒളിച്ചു താമസിക്കുന്നതിനിടയിൽ പാണ്ഡവരെ കണ്ടുപിടിച്ചാൽ വീണ്ടും 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും ഒക്കെ ആയിട്ട് 13 വർഷം അവർ നാട്ടിലേക്ക് വരില്ല എന്ന് നന്നായിട്ട് അറിയുകയും ചെയ്യാം പാണ്ഡവർക്കും ധൃതരാഷ്ട്രപുത്രന്മാരായിട്ടുള്ള ദ്രോണാദികൾക്കും ദുര്യോധനാദികൾക്കും അതുപോലെ ബാക്കി അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾക്കൊക്കെ. അതുകൊണ്ടാണ് വിരാടന്റെ കൊട്ടാരത്തിൽ ചെന്ന് അവിടെ ആക്രമിക്കുന്ന അവരുടെ ഗോക്കളെ കട്ടുകൊണ്ടുപോകുന്നു. അവിടെ ഒളിച്ചു താമസത്തിനിടയിൽ പാണ്ഡവരെ കണ്ടുപിടിച്ചാൽ രക്ഷപ്പെട്ടു എന്ന് അവർ കരുതിക്കാം. വനവാസത്തിനിടയിൽ പാണ്ഡവരെ കണ്ടാലും കുഴപ്പമില്ല, അജ്ഞാതവാസക്കാലത്ത് കാണാൻ പാടില്ല എന്നർത്ഥം. വിരാടൻ ത്രികർത്തന്മാരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്
ഭൂമിയിലെ കൗരവർ ഗോക്കളെ കണ്ടുകൊണ്ടുപോകുന്നത്. അതിനാൽ ഉത്തരൻ എന്ന രാജകുമാരനാണ് കൗരവന്മാരുടെ യുദ്ധത്തിന് പോകുന്നത്. ഉത്തരൻ ചെറിയ കുട്ടിയാണ്. ഉത്തരന്റെ തേരാളിയായിട്ടാണ് ആര് പോകുന്നത്? അർജുനൻ പോകുന്നത്. കാരണം അവർ അർജുനാണ് എന്ന് ഉത്തരനും അറിയില്ല, രാജകൊട്ടാരത്തിൽ ആർക്കും അറിയില്ല. ബൃഹന്നള അല്ലെങ്കിൽ ഒരു തേർഡ് ജെൻഡർ എന്നൊക്കെ പറയാവുന്ന ഒരു മിശ്ര വിഭാഗത്തിൽപ്പെട്ട ഒരു പുരുഷനായിട്ടാണ് അർജുനൻ അവിടെ പെരുമാറുന്നത്. യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ അർജുനന് യുദ്ധം ചെയ്യേണ്ടി വരുന്നു. അപ്പോഴേക്കും അജ്ഞാതവാസക്കാലം കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഇതാണ് പാണ്ഡവരും ഭീഷ്മരും സമർത്ഥിക്കുന്നത്. ആ വാദത്തെ അംഗീകരിക്കാൻ ദുര്യോധനൻ തയ്യാറാകുന്നില്ല. അങ്ങനെ പാണ്ഡവരും ഭീഷ്മരും അത് സമർത്ഥിക്കുന്നുണ്ട്. അവരുടെ കാലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 13 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ദുര്യോധനൻ അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ദുര്യോധനൻ സ്വീകരിക്കാതിരുന്നത്? ദുര്യോധനന്റെ വാദം എന്തായിരുന്നു? നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. എല്ലാവർക്കും നമസ്കാരം.